1986 നമ്മുടെ കേരളം എന്ന് പറയുന്ന ഇന്നത്തെ ഒരു സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിൻ്റെ ആ സമയത്താണ്, അതിന് തൊട്ടു മുമ്പുള്ള ചർച്ചയിലാണ് തമിഴ്നാടിന് ഏത് പ്രദേശങ്ങൾ വേണം, ചില പ്രദേശങ്ങൾ തമിഴ്നാട്ടിൽ കിടന്നത് കേരളമായിട്ട് മാറുന്നത് എവിടേക്കാണ് ആവണമെന്നൊക്കെ ചിന്തിച്ചത്. അങ്ങനെയാണ് ഇന്നത്തെ പാലക്കാട് എന്ന് പറയുന്ന ഭാഗം തമിഴ്നാടിൽ നിന്ന് കേരളത്തിന് വിട്ടുകിട്ടുകയും ഇന്നത്തെ ഈ കന്യാകുമാരി എന്ന് പറയുന്ന ആ ജില്ല തന്നെ തമിഴ്നാട്ടിലേക്ക് കൊടുക്കുകയും ചെയ്തു. അതിന് മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 1200, 1100, 1300 കാലങ്ങളിൽ നമ്മുടെ ഈ കേരളം എന്ന് പറയുന്നത് ശരിക്കും തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു. ഇവിടുത്തെ ഭാഷയും തമിഴായിരുന്നു, കൊടുന്തമിഴ് പരിണമിച്ചിട്ടാണ് ഇന്നത്തെ മലയാളം ഉണ്ടായിട്ടുള്ളത്. ഒരു 13-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനൊക്കെ മുൻപ് കേരളത്തിലുണ്ടായിരുന്ന സാഹിത്യകൃതികളെല്ലാം തമിഴ് കൃതികളായിരുന്നു. സംഘകാല കൃതികളെന്നും പറഞ്ഞ് ചരിത്രത്തിൽ നിന്നറിയപ്പെടുന്ന അകനാനൂറ്, പുറനാനൂറ്, പതിറ്റിപ്പത്ത്, തൊൽക്കാപ്പിയം, മണിമേഖല എന്നൊക്കെ പറയുന്ന കൃതികൾ, ഇതൊക്കെ തമിഴ് സാഹിത്യ കൃതികളാണ്. പക്ഷെ കേരളം എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ഭാഷാപരമായിട്ട് മാറി വരുന്നത് ഏതാണ്ട് 12-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. അതിനുശേഷമാണ് കേരളത്തിൽ ചില സാഹിത്യ കൃതികൾ ഉണ്ടായിട്ടുള്ളത് മലയാളത്തിൻ്റെ സ്വഭാവത്തോടു കൂടിയിട്ട്. പക്ഷെ എന്നാലും തമിഴുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. ആദ്യത്തെ കൃതി രാമചരിതം എന്നാണ് പറയുന്നത്. ശ്രീരാമകവിയുടെ രാമചരിതം കേരളത്തിൽ ഒരു പാട്ട് രീതിയിൽ രാമായണത്തിലെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ, യുദ്ധകാണ്ഡം. പിന്നൊരു പക്ഷേ നമ്മൾ ദേവിയെക്കുറിച്ചോ മഹാവിഷ്ണുവിനെ കുറിച്ചോ ശ്രീരാമനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ചിലവരൊക്കെ ഈ ശ്രീരാമൻ എന്ന് പറയുന്നത് കൽപ്പിത കഥയാണ്, അല്ലെങ്കിൽ ദേവി എന്ന് പറയുന്നതിനെന്ത് ശക്തിയാണുള്ളത്, അന്ധവിശ്വാസമല്ലേ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അവിടെയും നമുക്ക് ചിന്തിക്കാനുള്ളത് ഈ മഹാവിഷ്ണുവിൻ്റെയും ദേവിയുടെയും ശ്രീരാമൻ്റെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൈവിക അവതാരങ്ങളുടെ കഥകളും കാവ്യങ്ങളുമാണ് കേരളത്തിൽ പ്രബലമായിട്ടുള്ള സാഹിത്യകൃതികളായി വന്നിട്ടുള്ളത്. 5-ാം നൂറ്റാണ്ടിൽ സംസ്കൃതത്തിലാണ് ഈ ദേവി മഹാത്മ്യം ഉണ്ടായതെങ്കിലും ധാരാളം ദേവീസ്തുതികളും ഈശ്വരാരാധനാ രീതിയിലുള്ള ഗ്രന്ഥങ്ങളും കൃതികളുമൊക്കെ 12-ാം നൂറ്റാണ്ടിന് ശേഷം കേരളത്തിലുണ്ടായി. ഇന്നിപ്പോൾ ഒരുപക്ഷെ കേരളത്തിലുള്ള കുറേ ആളുകളൊക്കെ രാമായണത്തിലെയും അതുപോലെ മഹാഭാരതത്തിലെയും ഒക്കെ കഥാപാത്രങ്ങളെ അവഹേളിച്ചൊക്കെ പറയുമ്പോൾ രാമായണം മാത്രം നോക്കിയാൽ, കാരണം രാമായണത്തില് രാമൻ എന്ന് പറയുന്നത് ദേവാവതാരം മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്, സീത എന്ന് പറയുന്നത് ദേവിയുടെ അവതാരമാണ്. നമ്മളൊക്കെ അങ്ങനെ അവതാരങ്ങളാണ്. അമ്മ എന്ന് പറയുന്ന സങ്കല്പം എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിയെ മാത്രം പരിഗണിച്ചുകൊണ്ടുള്ളതല്ല. നമ്മൾ കടലിനെ കടലമ്മ എന്ന് വിളിക്കുന്നു. എന്താ അമ്മ എന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം? നമ്മളെ സംരക്ഷിക്കുന്നത് എന്നാണ് അതിനർത്ഥം. നമുക്കെപ്പോഴും താങ്ങും തണലുമായി നിൽക്കുന്ന ചൈതന്യത്തിനെ ആണ് അമ്മ എന്ന് വിളിക്കുന്നത്. ഗോമാതാവ് എന്ന് വിളിക്കുന്നു. പശുവിനെയാണ് അമ്മ എന്ന് പറയുന്നത്. ഇടക്കാലത്ത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് ആരോ ഈ വിശ്വാസങ്ങളെയൊക്കെ അവഹേളിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ പോസ്റ്റർ എഴുതി ഒട്ടിച്ചത്.
പശു നിങ്ങളുടെ അമ്മയാണെങ്കിൽ അച്ഛനാരാ ചോദിച്ചു. അല്ലേ, വലിയ ബുദ്ധിയാണല്ലോ ചോദ്യം. പക്ഷെ ഇതവർക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ പശുവിനെയും കടലിനെയും ഒക്കെ അമ്മ എന്ന് വിളിക്കുന്നത്, ഭൂമിയെ അമ്മ എന്ന് വിളിക്കുന്നു. മാതൃഭൂമി അല്ലേ, മാതാവാകുന്ന അമ്മ. വേദങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. ഋഗ്വേദത്തില് ആയുർവേദത്തിന്റെ ഭാഗമുണ്ട്. ഋഗ്വേദത്തിന്റെയും അഥർവവേദത്തിന്റെയും ഭാഗമാണ് ആയുർവേദം. ആയുർവേദത്തെ കുറിച്ച് പഠിക്കുന്ന സമയത്ത്, ചിന്തിക്കുന്ന സമയത്ത്, പറയുന്ന സമയത്ത് സന്യാസിമാര് വ്യക്തമാക്കിയിട്ടൊരു കാര്യം, മാതാ ഭൂമി പുത്രോഹം പൃഥ്വിയാം എന്നാണ്. ഈ ഭൂമി അമ്മയാണ്, അമ്മയുടെ മക്കളാണ് ഞങ്ങളൊക്കെയാണ്. ഈ ഭൂമി ഇല്ലെങ്കിൽ എന്താ അവസ്ഥ? അപ്പൊ ഈ ഭൂമിയിലാണ് സകല ജീവജാലങ്ങളും, മനുഷ്യർ മാത്രമല്ല. പക്ഷെ മനുഷ്യർക്കാണല്ലോ ഇങ്ങനെ പറയാനും പ്രാർത്ഥിക്കാനും പറ്റുക. അതുകൊണ്ട് അമ്മ എന്ന് പറയുന്ന സങ്കല്പം എല്ലാ ചൈതന്യത്തിൻ്റെയും സ്ത്രൈണഭാവമാണ്. അതിൽ ഭൂമിയും പശുവും കടലും പെടുന്നത് പോലെ ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളും പെടുന്നുണ്ട്. അതുപോലെ ജാതിയും മതവും വർഗവും വർണ്ണവും ഒന്നുമില്ലേ. എല്ലാ ജീവജാലങ്ങളിലും ഈ മാതൃത്വത്തിന്റെ അംശമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു തലത്തിലുള്ള രാമായണത്തിന്റെ കഥ നമ്മൾ എടുത്തു വരുമ്പോൾ അത് മ്ലേച്ഛമാണ്, മോശമാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഇന്നും വലിയ എഴുത്തുകാരും ബുദ്ധിജീവികളും ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ പ്രാണപ്രതിഷ്ഠ നടന്ന സമയത്ത് അയോധ്യയുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ ഒരു എഴുത്തുകാരൻ രാമനെ കുറിച്ചും സീതയെക്കുറിച്ചും രാമായണത്തിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം തിരിഞ്ഞൊന്ന് ചിന്തിച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, 13-ാം നൂറ്റാണ്ടിലെ രാമചരിതം മുതൽ ഇന്നേ വരെ വന്നിട്ടുള്ള മഹത്തായ കൃതികളൊക്കെ മഹാവിഷ്ണുവുമായിട്ടും ബന്ധപ്പെട്ട്, മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളുമായി ബന്ധപ്പെട്ടും ദേവിയുടെ അവതാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കൃതികളാണ്. അത് രാമചരിതമായാലും കണ്ണശ്ശരാമായണമായാലും രാമകഥാപാട്ടായാലും അതിനുശേഷം ഏതാണ്ട് ഒരു 16-ാം നൂറ്റാണ്ടിലാണ് എഴുത്തച്ഛൻ എന്ന് പറയുന്ന ആൾ കേരളത്തിൽ ഉണ്ടാവും. എഴുത്തച്ഛൻ എന്ന് പറയുന്ന ആ രൂപത്തിനെ നമ്മൾ ഒന്ന് ഈ ഭാരതത്തിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള സാംസ്കാരിക നായകൻ എന്നുള്ള രീതിയിൽ എഴുത്തച്ഛൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് അദ്ദേഹത്തിനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടന്നപ്പോൾ അതിനെ വർഗീയവൽക്കരിച്ചുകൊണ്ട് എതിർക്കുക ചെയ്തു. നമുക്കറിയുമെന്ന് അറിയില്ലേ, തിരൂരിൽ എഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അന്നത്തെയും ഇന്നത്തെയും എന്നത്തെയും മലയാളത്തിലെ കേരളത്തിലെ സാഹിത്യകാരന്മാരൊന്നും മിണ്ടിയില്ല, എഴുത്തുകാർ മിണ്ടിയില്ല, സാംസ്കാരിക നായകന്മാർ മിണ്ടിയില്ല. ആ എഴുത്തച്ഛൻ പൂർവജന്മത്തിൽ ഗന്ധർവനായിട്ട് പറന്നു നടന്നിരുന്ന എഴുത്തച്ഛൻ ഒരിക്കലൊരു കാടിന് മുകളിലൂടെ പോകുമ്പോഴാണ് താഴെ ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്ന ഒരാളെ കണ്ടിട്ട് അയാളോട് വന്നിട്ട് ചോദിക്കുകയാണ്, ഇതെന്താ വിഷയം എന്ന് ചോദിച്ചപ്പോഴാണ്, ഞാൻ ദേവീദേവന്മാരെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അങ്ങനെ ദേവിയുടെ അവതാരമായ മഹാലക്ഷ്മിയുടെയും സരസ്വതിയുടെയും പാർവതിയുടെയൊക്കെ അവതാരമായിരിക്കുന്ന സീതയെക്കുറിച്ചും അതേപോലെ ദേവാവതാരമായിരിക്കുന്ന രാമനെ കുറിച്ചുമുള്ള രാമായണം ഞാനൊന്ന് പകർത്തി എഴുതി. അതിന് വലിയ അപരാധമാണെന്ന് പറഞ്ഞുകൊണ്ട്, നീ ഇത് എഴുതാൻ പറ്റിയ ജാതിയിൽപ്പെട്ടവനല്ല, അതല്ലെങ്കിൽ അതിനുള്ള അറിവുള്ളവനല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ അവഹേളിച്ചപ്പോൾ ഞാൻ നാട് വിട്ടു തന്നു. അത് കുഴപ്പമില്ല, നീ ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോൾ നിന്റെ മുമ്പിൽ മനുഷ്യനായിട്ട് വന്ന് നിൽക്കുകയാണെങ്കിലും ഞാൻ ആളൊരു ഗന്ധർവനാണ്, പക്ഷെ ഞാനാണിത് പറഞ്ഞതെന്ന് പറയരുത്. നീ ഒരു കാര്യം ചെയ്യുക, നീ ഒരു 2-3 ദിവസം ഇങ്ങനെ നേരെ കിഴക്കോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു മഹാക്ഷേത്രത്തിൻ്റെ മുൻപിലെത്തും. അവിടെ ദേവിയും ദേവനുമാണുള്ളത്, മഹാദേവനും ദേവിയുമാണുള്ളത്, പാർവതിയും ശിവനും. അവിടെ ഒരു 2-3 ദിവസം നീ ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ അവിടേക്കൊരു സന്ധ്യാസമയത്ത് 4 പട്ടികളെയും കൊണ്ട്
ഒരു സന്യാസി കടന്നു വരും. ആ സന്യാസിയോട് കാര്യം പറയുക, എന്നാൽ നിനക്ക് എല്ലാ തരത്തിലുള്ള മാറ്റവും ഉണ്ടാവും എന്ന് പറയും. അങ്ങനെയാണ് ഈ പാവം ഈ രാമായണം എഴുതിയിട്ടുള്ള ആള് അങ്ങോട്ട് നടന്നു പോവാണ്. ഗന്ധർവൻ പറയുന്നുണ്ട്, ഇത് ഞാനാണ് പറഞ്ഞതെന്ന് ആ സന്യാസിയോട് പറയരുത്, അദ്ദേഹം എന്നെ ശപിച്ചു കളയും പറഞ്ഞു. അങ്ങനെ മഹാക്ഷേത്രത്തിലെത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ വിശ്രമിക്കുന്ന സമയത്ത് കാണും ഒരു ദിവസം സന്ധ്യയ്ക്ക് ഒരു ജടയും താടിയുമൊക്കെ മുടിയൊക്കെ നിർത്തിയിട്ടുള്ള ഒരാൾ കടന്നു വരുന്നു. അയാളെ കാൽക്കൽ വീഴ് നമസ്കരിക്കുന്നു. കാരണം അയാളുടെ കൂടെ 4 പട്ടികളുണ്ട്. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്, വിഷമമാണ്, ഇങ്ങനെയാണ് വിഷയം, നിന്നെ ആരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേ എന്ന് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ആളെ എനിക്കറിയാം, അവൻ ഇതേ സംഗതി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഭൂമിയിൽ ജനിക്കട്ടെ എന്ന് പറഞ്ഞാണ്. അങ്ങനെ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം ഇയാൾക്ക് കിട്ടുന്നു, അതേപോലെ ശാപം മറ്റേയാൾക്ക് കിട്ടുന്നു. ഗന്ധർവന് ശപിക്കപ്പെട്ട ഗന്ധർവനാണ്, സത്യത്തിൽ ശാപമല്ല അനുഗ്രഹമാണ്. തിരൂരിൽ തൃക്കണ്ടിയൂരിൽ നമ്മുടെ നാട്ടിൽ എഴുത്തച്ഛനായിട്ട് വന്നതാണ്. ആ എഴുത്തച്ഛൻ്റെ രാമായണം, അതിലുള്ള സീത എന്ന് പറയുന്നത് ദേവി തന്നെയാണ്. മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള രാമൻ എന്ന് പറയുന്നത് മഹാദേവൻ തന്നെയാണ്. നമ്മൾ ധാരാളം ക്ഷേത്രങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ദേവിയുടെ പല രൂപങ്ങൾ കാണും. പല കൃതികളിലൂടെ നമ്മൾ ദേവിയെക്കുറിച്ച് മനസ്സിലാക്കും. അതെല്ലാം തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള, ഞാൻ ഇന്നലെ സൂചിപ്പിച്ച ദൈവിക ചൈതന്യത്തിൻ്റെ സ്ത്രൈണഭാവമാണ്. ഇന്ന് ആധുനിക മനഃശാസ്ത്രം പറയുന്നു എല്ലാ ജീവജാലങ്ങളിലും സ്ത്രൈണഭാവവും പൗരുഷഭാവവും ഉണ്ട്. അനിമസ് എന്നാണ് പറയുക. എല്ലാ മനുഷ്യനിലും മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളിലും സ്ത്രീത്വവും ഉണ്ട്, പൗരുഷവുമുണ്ട്. ആ സ്ത്രീത്വവും പൗരുഷവും ഇല്ലാതെ പ്രപഞ്ചമില്ല. അതുകൊണ്ട് ഭാരതം തന്നെ എത്രയോ പ്രാചീനമായിട്ട് പറഞ്ഞ അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ചൈതന്യത്തിനെ അവതരിപ്പിച്ചതാണ്. അതാണ് പറഞ്ഞത്, ബ്രഹ്മാവ് എന്ന് പറയുന്ന ക്രിയേറ്റീവ് എനർജിയും വിഷ്ണു എന്ന് പറയുന്ന പ്രിസർവിങ് എനർജിയും മഹാദേവൻ അല്ലെങ്കിൽ ശിവൻ എന്ന് പറയുന്ന ഡീകമ്പോസിങ് എനർജിയുമാണ് പ്രപഞ്ചത്തിലുള്ള തൃത്വങ്ങൾ. ഇതേപോലെ ദേവിയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് 3 എണ്ണമാണ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും ശക്തിയായിട്ട്, ഭൗതികമായിട്ടുള്ള ചൈതന്യ ശക്തിയായിട്ട് അവതരിക്കുക ദുർഗയെക്കുറിച്ച് പറയുന്നത്. ദേവി മഹാത്മ്യത്തിൽ എടുത്തെടുത്ത് മാത്രമേ മധുകൈഢഭ അഗ്നി മഹിഷ പ്രാണാപഹാരോദ്യമേന്നിൽ ഞാൻ സൂചിപ്പിച്ച മധുകൈഢഭന്മാരെയും മഹിഷാസുരനെയും ഒക്കെ നിഗ്രഹിക്കുന്ന ശക്തിയായിട്ട് ചണ്ഡമുണ്ടാർദിനി, നിശേഷീകൃത രക്തബീജധനിജ, രക്തബീജൻ എന്ന് പറയുന്ന അസുരനെ കുറിച്ച് പറയുന്നു. ശുംഭൻ എന്ന് പറയുന്ന അസുരനെ കുറിച്ച് പറയുന്നു, ശുംഭധ്വംസിനി. നമ്മൾ ആ ദേവിയെ പ്രാർത്ഥിച്ചാൽ ദുരിതം സംഹരിക്കപ്പെടുന്നതാണ്. സംഹരാശു ദുരിതം ദുർഗേ നമസ്തേ. ആ ദുർഗയെയാണ്, ആ ദേവിയെയാണ് നമ്മൾ ലോകത്തിലെമ്പാടും, കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രമല്ല, ലോകത്തിലെമ്പാടും മനുഷ്യർ പല രീതിയിൽ ആരാധിക്കുന്നത്. അത് ഞാൻ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞു വന്നത്. വിവേകാനന്ദ സ്വാമികൾ അവിടെ കന്യാകുമാരിയിൽ 3 ദിവസമാണ് തപസ് ചെയ്യുന്നത്. ആ പാറയുടെ മുകളിൽ നമ്മൾക്ക് പലർക്കും അറിയാവുന്ന ചിലപ്പോൾ ഒരു കാര്യം ഉണ്ടാവും. കന്യാകുമാരിയിൽ വിവേകാനന്ദൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് ഒരു ക്ഷേത്രം പണിയാൻ തയ്യാറായ സമയത്ത് അന്ന് അതിന് തടസ്സം നിന്ന ഭൗതികവാദികളുണ്ടായി. ആ ഭൗതികവാദികൾ എല്ലാം കൂടെ ചേർന്നിട്ട്, ഭരിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവർ ചേർന്നിട്ട് ക്ഷേത്രം പണിയാൻ പാടില്ല, അവിടെ ആരോ കൊണ്ടുവച്ചൊരു കുരിശുണ്ടായിരുന്നു ആ പാറയുടെ മുകളിൽ, അവിടെ മറ്റു ചില ആരാധനകൾ നടത്താൻ വേണ്ടിയിട്ട്. അത് ദേവീക്ഷേത്രത്തിൻ്റെ സ്ഥലമാണ്, കന്യാകുമാരിയുടേതാണ് എന്ന് പറയുന്ന സമയത്ത് കന്യാകുമാരിയുടേതല്ല കന്യകാമേരിയുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില അക്ഷരങ്ങളൊക്കെ മാറ്റിയിട്ട് ചില പദ്ധതികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് പൊളിക്കാൻ വേണ്ടിയിട്ട്, ആ കുരിശെടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഈ കോഴിക്കോട് ജില്ലയിൽ നിന്ന് പോയ ആളുകളുണ്ട്.
കാരണം അവിടെ അന്ന് ബോട്ട് പോലെയുള്ള ചില സർവീസുകൾ ഉണ്ടായിരുന്നു വെള്ളത്തിലുള്ള. അതിനെ നിർത്തലാക്കി കളഞ്ഞു ഭരണകർത്താക്കളും മറ്റു ഭൗതികവാദികളെല്ലാം കൂടി. ആരും ആ പാറയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നിർദ്ദേശിച്ച ദിവസം നിശ്ചയിച്ച സമയത്ത് അവിടെ ആ ത്രിവേണി സംഗമത്തിൽ നീന്തി പാറയുടെ മുകളിലെത്തിയിട്ട് ആ കുരിശെടുത്ത് കളഞ്ഞ് അവിടെ ഇപ്പം അടുത്ത കാലത്ത് ആരെങ്കിലും പോയവരുണ്ട് അവിടെ ആരെങ്കിലും? കന്യാകുമാരി ക്ഷേത്രത്തിൽ അവിടെ വിവേകാനന്ദ പാറയിലെ വിവേകാനന്ദ ക്ഷേത്രത്തിൽ പോയ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പോണം. അത്ര മഹത്തായ ക്ഷേത്രമാണ്. അതിന് കാരണം ആ പ്രാർത്ഥിച്ച ആ വിവേകാനന്ദ സ്വാമികൾ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദേവി എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതത്തിൻ്റെതല്ല. കാരണം ഇദ്ദേഹം പാശ്ചാത്യ നാടുകളിൽ യാത്ര ചെയ്തപ്പോൾ ഒരു ദിവസം അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയിലെ വികാരി കാണുന്നത്, കഴിഞ്ഞ 2 ദിവസം 3 ദിവസമായിട്ട് ഈ സന്യാസി ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്. പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ 3ാമത്തെ ദിവസമാണ് ഈ പള്ളിയിലച്ഛൻ ചോദിച്ചു, എന്താണ് നിങ്ങളൊരു ഹിന്ദു സന്യാസിയല്ലേ, നിങ്ങളെന്തിനാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞത്, ഇവിടെ വന്ന് ഞാൻ ഈ കന്യാമറിയത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ കാളി മാതാവിനെ പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ്. ഞങ്ങൾക്ക് മതമില്ല. പക്ഷെ ഇന്ന് ലോകത്തിൽ മതം മാറ്റാൻ വേണ്ടിയിട്ടാണ് പലരും നടക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും മതം മാറ്റാൻ നടന്നിട്ടുണ്ടോ? ക്ഷേത്ര സംസ്കാരമുള്ള ആളുകൾ ഭാരതീയർ വേറെ ആരെയും മതം മാറ്റാൻ പോകാറില്ല. കാരണം നമുക്കങ്ങനെ ഒരു മതവും ജാതിയൊന്നുമില്ല ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം. മറ്റുള്ളവർ മതങ്ങളെ സൃഷ്ടിച്ചിട്ട് ആ മതങ്ങളിലൂടെ ആളുകളെ സംഘടിപ്പിച്ച് ഇന്ന് പലപ്പോഴും ഭീകരപ്രവർത്തനം വരെ നടത്തുന്നു. ഇതറിഞ്ഞുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ പിന്നീട് കേരളത്തിൽ വന്നപ്പോൾ ഒരു ദേവീക്ഷേത്രത്തിൽ പോയി. ആ ദേവിയെ കാണാൻ വേണ്ടിയിട്ട്, ദേവിയുടെ ഉപാസകനായിരുന്നു വിവേകാനന്ദൻ. മറന്നുപോയിരുന്നു. വിവേകാനന്ദനെ അറിയാത്ത ലോകമില്ല. കൊടുങ്ങല്ലൂർ അമ്മേനെയാണ് നമ്മൾ പോയിട്ടുണ്ടാകും പലരും ഇല്ലേ? കൊടുങ്ങല്ലൂർ അമ്മയുടെ അടുത്ത് പോയിട്ടില്ലേ? കൊടുങ്ങല്ലൂർ ദേവീ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെ അന്നുണ്ടായിരുന്ന ക്ഷേത്ര ഭരണത്തിൻ്റെ ആളുകൾ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ എവിടെയുള്ള സന്യാസിയാണ്, നിങ്ങളെന്ത് ജാതിയാണെന്നൊക്കെ ചോദിച്ചു. അയാൾ പറഞ്ഞു, ജാതി മതമൊന്നുമില്ല നമുക്ക്, ഇനിയിപ്പോൾ നിങ്ങൾ അകത്തേക്ക് കയറ്റണമെന്നൊന്നുമില്ല, ഞാനിവിടെ എവിടെയും തറയുടെ മുകളിൽ ഇരുന്നോളാം, എനിക്ക് പ്രാർത്ഥിക്കാൻ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ തന്നെ വരണം എന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ചില ആളുകൾ അന്ധവിശ്വാസം പരത്താറുണ്ട് പല സ്ഥലങ്ങളിൽ. ആ അന്ധവിശ്വാസത്തിലൊന്നും പെട്ടുപോകരുതെന്നും കൂടി പറയാൻ ഈ കഥ ആലോചിച്ചാൽ മനസ്സിലാവും. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ആളുകൾക്ക് കാണാൻ കഴിഞ്ഞത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെയൊക്കെ ഇല്ലത്ത് നിന്ന് വരുന്ന ആളുകൾ അവർ സംസ്കൃതം സംസാരിക്കുന്നവരാണ്. ഇപ്പോഴും അവിടെ സംസ്കൃതം സംസാരിക്കാറുണ്ട് പലരും. ലോകത്തിൽ അങ്ങനെ 1-2 സ്ഥലത്തേ ഉള്ളൂ. കർണാടകത്തിലെ മാട്ടൂൽ എന്ന് പറയുന്ന സ്ഥലത്തും കൊടുങ്ങല്ലൂരുമാണ് സംസ്കൃതം സംസാരിക്കുന്ന സ്ഥലങ്ങളുള്ളത്. കൊടുങ്ങല്ലൂരൊക്കെ ശോഷിച്ചു പോയി ഇപ്പോൾ. അപ്പോൾ അവർ സംസ്കൃതം സംസാരിച്ചു വരുന്ന ആളുകളോട് ഈ സ്വാമി സംസ്കൃതത്തിൽ സംസാരിക്കുന്നു. അങ്ങനെ ആളുകൾ കൂടി നിന്നിട്ട് പലതും ചോദിച്ചപ്പോൾ ആളുകൾ അങ്ങനെ ചുറ്റും കൂടിയിട്ട് പല സംശയങ്ങളാണ് സ്വാമിജിയോട്. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇവൻ വിചാരിച്ച ആളല്ല, ഇവൻ പറഞ്ഞ സത്യമാണ്, ജാതിയും മതമൊന്നും നമുക്കില്ല. ആ കൊടുങ്ങല്ലൂരമ്മ മുതൽ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ഏത് ദേവീക്ഷേത്രത്തിൽ പോയാലും ഈ ദേവിയുടെ അവതാരമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പ്രധാനമായിട്ടുള്ള 3 ദേവിമാരായിട്ട് നമ്മൾ പറയുന്നത്, പ്രത്യേകിച്ച് നവകന്യാരൂപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദേവികളെ നമ്മൾ വിജയദശമിയോടനുബന്ധിച്ചിട്ട് നവരാത്രി പൂജയിൽ കൊണ്ടുവരാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചെറിയ കുട്ടിയായിട്ടുള്ള അവസ്ഥ മുതൽ മാറി 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 വന്ന് ആയുധധാരിണിയായിട്ടും സിംഹാരൂഢയായിട്ടും അങ്ങനെ പല ഭാവങ്ങളിലും പല വേഷങ്ങളിലും
പാർവതി എന്ന് പറയുന്ന ഒരു തലത്തിൽ നോക്കുന്ന സമയത്ത് ആദ്യത്തെ 3 ദിവസം പാർവതി ദേവിയായിട്ടാണ്, ശുഭ്രവസ്ത്രധാരിണിയായിട്ടാണ്, വെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ദേവിയെ കാണുന്നത്. എന്താണെന്ന് നമ്മൾ ചിന്തിക്കണേ. പിന്നീടുള്ള 3 ദിവസം കാണുന്ന സമയത്ത് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഒരു ദേവിയായിട്ട്, അവിടെയാണ് മഹാലക്ഷ്മിയായിട്ട് കാണുന്നത്. പിന്നീടുള്ള 3 ദിവസം സരസ്വതിയായിട്ട് കാണുന്നു. 10ാമത്തെ ദിവസം ദശമിയിലാണ് നമ്മൾ ദുർഗയായിട്ട് കാണുന്നത്. 4ാമത്തെ അവസ്ഥയിലേക്ക് വരും. ഇതിന് ചില താത്വികമായിട്ടുള്ള ഫിലോസഫിക്കലായിട്ടുള്ള തലമുണ്ട്. കാരണം ഈ ലോകത്തിനെ രക്ഷിക്കാൻ ഒരു സ്ത്രൈണ ചൈതന്യത്തിനാണ് സാധിക്കുക. സ്ത്രൈണ ചൈതന്യത്തിന്, സ്ത്രീത്വത്തിനാണ് സാധിക്കുക. സംശയമൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഭാരതീയര് ദേവീ അവതാരങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സരസ്വതിയെയും ലക്ഷ്മിയെയും ഇരുത്തിയിരിക്കുന്നത് എവിടെയാണ്? എവിടെയാ മോനെ? സരസ്വതിയും ലക്ഷ്മിയും ഒക്കെ അവരെ ഇരിപ്പിടെവിടെയാ? ഈ ചിത്രത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, സരസ്വതി എവിടെയാണ് ഇരിക്കുന്നത്? താമരയുടെ മുകളിലാണ് അല്ലേ? മഹാലക്ഷ്മി എവിടെയാണ് ഇരിക്കുന്നത്? താമരയിലെയാണ്. ഈ താമര ഉണ്ടാവുന്നത് എവിടെയാണ്? താമര എവിടെയാണ് ഉണ്ടാവുക? ചെളിയിൽ നിന്ന് തുടങ്ങി അതിൻ്റെ തണ്ട് വലുതായി വന്ന് അത് ചെടിയായി പൂവിടുന്നത് വെള്ളത്തിന് മുകളിലായി. പക്ഷെ ആ പൂവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ചെളിയും കാണില്ല, ഒരു വെള്ളവും കാണില്ല. താമരയ്ക്ക് തന്നെ സംസ്കൃതത്തിൽ, മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട് സാധാരണമായിട്ട് കമലം എന്ന് പറയുന്നൊരു പദമുണ്ട് താമരയ്ക്ക്, അല്ലേ? കമലം. കമലം എന്ന് പറഞ്ഞാൽ കമലം എന്നാണ്. വൃത്തികേട് എവിടെ എന്നാണ് ചോദ്യം. താമരയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ചെളിയോ വെള്ളമോ എന്തെങ്കിലും വൃത്തിയോടെ കാണുമോ? പൂജയ്ക്കെടുക്കാൻ ഉത്തമ പുഷ്പമായിട്ട് ആദ്യം കാണുന്നത് താമരേനെയാണ്. അപ്പോൾ പ്രപഞ്ചത്തിലെ ഏറ്റവും ശുദ്ധമായ ഒരു ഇരിപ്പിടമാണ് ഭാരതീയര് ദേവിക്ക് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം. പ്രപഞ്ചത്തിലെ ഏറ്റവും പവിത്രമായിട്ടുള്ളത് അമ്മയാണ് എന്ന്. അത് ഈ അടുത്ത കാലത്താണ് ശാസ്ത്രത്തിന് മനസ്സിലായത്. ഉദാഹരണത്തിന് നിങ്ങൾക്കറിയുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. മറ്റു ജീവജാലങ്ങളൊക്കെ പോകട്ടെ, മനുഷ്യര് മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ കത്തിക്കുകയോ കുഴിച്ചിടുകയോ പെട്ടിയിൽ വെക്കുകയോ ഒക്കെ ചെയ്യുമല്ലോ പല ആളുകൾ, പലതരത്തിൽ വിശ്വാസമുള്ളവർ. അവസാനം മണ്ണോട് ചേരുന്നത് അല്ലെങ്കിൽ കത്തിത്തീരുന്നത് അല്ലെങ്കിൽ അലിഞ്ഞ് വെള്ളത്തിലാണെങ്കിൽ അലിഞ്ഞ് പോകുന്നത് ഏത് അവയവമാണ് എന്നറിയോ? അറിയോ? ഗർഭാശയമാണ്. ശാസ്ത്രം ഈ അടുത്ത കാലത്താണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ പ്രപഞ്ചം നിശ്ചയിച്ചിട്ടുണ്ട്, പ്രകൃതി നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു സ്ത്രീ മരിച്ചാൽ അതൊരമ്മയാണെങ്കിൽ ആ അമ്മയുടെ ഗർഭാശയത്തിൽ ഗർഭസ്ഥമായ ഒരു കുഞ്ഞുണ്ടെങ്കിൽ അവസാന നിമിഷത്തിലെങ്കിലും അതിനെ രക്ഷപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ട് പ്രകൃതി നിശ്ചയിച്ചിരിക്കുകയാണ്. നമ്മൾ വലിയ ശാസ്ത്രം പറയുന്ന ആൾക്കാരല്ലേ. ശാസ്ത്രത്തിൻ്റെയൊക്കെ അപ്പുറത്താണ് പ്രകൃതിയുടെ കളി. പ്രകൃതിയുടെ ശാസ്ത്രം ഇതുവരെ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ട് 9 ദ്വാരങ്ങളുണ്ട്, 9 ഹോൾസ് ഉണ്ട്. ഈ 9 ദ്വാരങ്ങളിലൂടെ എതിലൂടെയാണ് നമ്മുടെ ആത്മൻ പോകുന്നത്, ജീവൻ പോകുന്നത് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. രോമകൂപങ്ങളുണ്ട്, അവിടെയൊക്കെ ദ്വാരങ്ങളുണ്ട്, ചെറിയ സുഷിരങ്ങളുണ്ട്. ഈ സുഷിരങ്ങളിലൂടെയാണോ പോകുന്നത് എന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഈ ആത്മന്റെ, ഈ ജീവന്റെ രൂപം എന്താണ്? രൂപമില്ല. അതിന് മണമുണ്ടോ? മണമില്ല. അതിന് നിറമുണ്ടോ? നിറമില്ല. അതിനെന്തെങ്കിലും പ്രത്യേക സ്വഭാവമുണ്ടോ? അറിഞ്ഞുകൂടാ. വർഷങ്ങളായിട്ടിപ്പം ജനീവ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിൻ്റെ ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ ഗവേഷണം നടക്കുകയാണ്. ജീവകണ പരീക്ഷണം. ഈ ജീവൻ എന്താണ് എന്നറിയാൻ വേണ്ടി.
ആ ജീവന് രണ്ട് തലങ്ങളുണ്ട്. അതിൻ്റെ ഇടത് ഭാഗമാണ് സ്ത്രൈണ ചൈതന്യമെന്നാണ് ഭാരതം പറയുന്നത്. വലത് ഭാഗമാണ് പൗരുഷം. ഈ സ്ത്രൈണ ചൈതന്യത്തിനെ നമ്മൾ പ്രാർത്ഥിച്ചാലാണത്, പുരുഷനായാലും സ്ത്രീ ആയാലും സ്ത്രൈണ ചൈതന്യത്തിനെ പ്രാർത്ഥിച്ചുണർത്തിയാൽ ഈ പ്രപഞ്ചത്തിലെ ശക്തി ലഭിക്കും. പ്രാർത്ഥിച്ചുണർത്തണമെങ്കിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ മതി കേട്ടോ, കുറേ നേരമൊന്നും വേണ്ടി വരില്ല. അപ്പം നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കാം, മാനസികമായിട്ട് അസ്വാസ്ഥ്യമുള്ള, വിഷമമുള്ള, ദുഃഖമുള്ള, ടെൻഷൻ, സ്ട്രെസ്, സ്ട്രെയിൻ എന്നൊക്കെ പറയുമല്ലോ ആധുനിക ശാസ്ത്രം. ഇങ്ങനെ അസ്വസ്ഥതകളുള്ള ആളുകളെ ചിലപ്പോൾ ചില ആളുകളുടെ അടുത്തേക്ക് വിടും, കൗൺസിലർമാരുടെ അടുത്തേക്ക്. കേട്ടിട്ടില്ലേ? കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട്. ഈ ആധുനിക സൈക്കോതെറാപ്പിയിൽ ഒരു പരീക്ഷണത്തിൻ്റെ രീതിയുണ്ട്. നമ്മുടെ മനസ്സിന് ഒരു തരത്തിൽ 4 അറകളുണ്ടെന്നാണ് അറിവുമായി ബന്ധപ്പെട്ട്. അതിലൊന്ന് എന്നെക്കുറിച്ച്, എൻ്റെ വിഷമങ്ങളെക്കുറിച്ച്, എൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് എനിക്ക് അറിയാം, മറ്റുള്ളവർക്ക് അറിഞ്ഞുകൂടാ. അതാണ് ഒരു തലം. മറ്റൊരു തലം, എൻ്റെ വിഷമങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല, മറ്റുള്ളവർക്ക് അറിയാം. മറ്റൊരു തലം, എൻ്റെ വിഷമങ്ങളെയും പ്രശ്നങ്ങളെയും കുറിച്ച് എനിക്കും അറിയാം, മറ്റുള്ളവർക്കും അറിയാം. വേറൊരു തലം, അതാ ബുദ്ധിമുട്ട്, എനിക്കും അറിയില്ല, മറ്റുള്ളവർക്കും അറിയില്ല. അപ്പോഴാണ് എന്താവുക? ഭ്രാന്താവുക. ഞാൻ എന്തുകൊണ്ട്, എന്തിന് ജീവിക്കുന്നു, എങ്ങനെ ജീവിക്കണം, എന്താ ഒരു പിടിയില്ല, മറ്റുള്ളവർക്കും പരിഹരിക്കാൻ പറ്റില്ല. ആധുനിക മനഃശാസ്ത്രം പറയുന്നതാണ്. ജോഹരി വിൻഡോ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു തിയറീനെ അവതരിപ്പിക്കുന്നത് ആധുനിക മനഃശാസ്ത്രം. ഇപ്പം ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടു വരുന്ന ആളുകളെ കൗൺസിലർമാർ അവരുടെ മുന്നിൽ ഇതുപോലെ ഒരു കസാരയിട്ട്, ഒരു ടേബിൾ ഇട്ട് അതിൻ്റെ അപ്പുറത്ത് ഇരുത്തിയിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കും, ചില ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ ചില സ്കിൽ സ്റ്റെപ്പുകൾ എന്നാണ് പറയുക. ഓരോ ഘട്ടങ്ങളിലൂടെ ചില ചോദ്യങ്ങൾ, മെറ്റാ മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറയും, MMQ. ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ വന്നിരിക്കുന്ന കൗൺസിലിക്ക്, അതായത് ഈ അസ്വസ്ഥനായി വന്നിരിക്കുന്ന ആൾക്ക്, രോഗി എന്നൊന്നും പറയേണ്ട, നമ്മൾ രോഗമൊന്നുമില്ല സത്യത്തിലായിരുന്നു, കൗൺസിലിക്ക് മനസ്സിലാവില്ല ഇയാളുടെ ചോദ്യങ്ങളുടെ ഉള്ള്. കാരണം ഇയാൾ ഇത് ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 4, 5, 10 ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും ഈ കൗൺസിലർക്ക് മനസ്സിലാവും ഇയാളുടെ വിഷയം എന്താണ്, ഇയാളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവും. ഇയാളെ കൊണ്ട് തന്നെ ചിന്തിപ്പിച്ച് ഇയാളിലേക്ക്, ഇയാളുടെ ഉപബോധ മനസ്സിലേക്ക്, മനസ്സിൻ്റെ ചില തലങ്ങളുണ്ട്, ബോധതലം, ഉപബോധതലം, അബോധതലം, അതിബോധതലം എന്ന് പറഞ്ഞ് 4 തലങ്ങൾ പ്രധാനമായിട്ടുണ്ട്. അതിബോധതലത്തെക്കുറിച്ച് ഇപ്പോൾ പാശ്ചാത്യ മനഃശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭാരതീയർ പണ്ടേ പറഞ്ഞതാണ്. അങ്ങനെ ഈ ഉപബോധതലത്തിലുള്ള കാര്യത്തിനെ സ്വയം അയാളെ കൊണ്ട് പറയിക്കും. അയാളിങ്ങനെ പറയും. അങ്ങനെ പറയാനുള്ള അവസ്ഥ എളുപ്പത്തിൽ കിട്ടില്ല. അത് കിട്ടാൻ വേണ്ടിയിട്ട് ചില ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. അതിലൊന്നാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇന്നത്തെ പോസ്റ്റ് മോഡേൺ സൈക്കോളജിയിൽ അവെയർനെസ് ഈക്വലൻസി ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടൊരു AET എന്ന് പറയുന്നൊരു മെഡിറ്റേഷൻ ഉണ്ട്. ആ മെഡിറ്റേഷനാണ് ദേവീ ഉപാസന എന്ന് പറയുന്ന സാധനം. നമ്മൾ വന്നിട്ട് ദേവി മഹാത്മ്യമൊക്കെ ചൊല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകും. നമ്മുടെ ആചാര്യന്മാർ എന്തിനാണ് കഥകളിൽ നമ്മൾ കേട്ട ശബരിമല സന്നിധാനത്തിലുള്ള ആ സത്യസ്വരൂപനായിരിക്കുന്ന കലിയുഗ ഭരതൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അയ്യപ്പസ്വാമി സാധാരണയിൽ നിന്നെല്ലാം അകന്ന് സ്വസ്ഥമായിട്ടിരുന്നത്? എന്തിനാണ് സന്യാസിവര്യന്മാർ ബ്രഹ്മചര്യാശ്രമം കഴിഞ്ഞാൽ ചില ആളുകൾ ധ്യാനനിരതരായി തപസ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഹിമാലയത്തിലേക്കൊക്കെ പോകുന്നത് വേറെ എവിടെയും പോയിരുന്നപ്പോൾ സ്വസ്ഥമായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള നമുക്ക് തന്നെ മനസ്സിലാവാത്ത നമ്മളെ സ്വയം തിരിച്ചറിയാൻ പറ്റുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മശക്തിയും കഴിവും തരുന്ന ഒരു തരംഗമുണ്ട് എന്ന് ഇന്ന് ശാസ്ത്രം പറയുന്നു. പല തരംഗങ്ങൾ നമ്മളെ ബ്രെയിനിലൂടെ കടന്നു പോകുന്നുണ്ട് മനസ്സുമായി ബന്ധപ്പെട്ടിട്ട്. ഡെൽറ്റ, തീറ്റ എന്നൊക്കെയാണ് അതിൻ്റെ പേര്. അതിൽ അൽഫ എന്ന് പറയുന്ന ഒരു തരംഗത്തെ കുറിച്ച് പറയുന്നത്. അൽഫ ദി മെഡിറ്റേഷണൽ വേവ് എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. മെഡിറ്റേഷനിലൂടെ മാത്രം നമ്മുടെ മൈൻഡിലേക്ക് ശക്തി തരുന്ന ഒരു ഊർജ തരംഗം. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്താൽ ഓർമ്മശക്തി ഡബിളാകും. എങ്ങനെയാണ് ശങ്കരാചാര്യർക്ക് ഇത്രയും ഓർമ്മശക്തി ഉണ്ടായിരുന്നത്? എങ്ങനെയാണ് വിവേകാനന്ദ സ്വാമികൾക്ക് ഇത്രയും ഓർമ്മശക്തി ഉണ്ടായിരുന്നത്? ശങ്കരാചാര്യരൊന്നും ഒരാളോടും സംസാരിക്കുമ്പോൾ ഒരു കഷ്ണം കടലാസും വെച്ചിട്ട് പറയുകയല്ല ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കാണുന്നുണ്ട് വലിയ വലിയ നേതാക്കന്മാരൊക്കെ വേദിയിൽ കയറിയിട്ട് സംസാരിക്കുന്ന എങ്ങനെയെന്നറിയാം. മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ പേഴ്സണൽ അസിസ്റ്റൻസുകളോ അല്ലെങ്കിൽ PR എന്ന് പറഞ്ഞ് പ്രൈവറ്റ് അല്ലേ പബ്ലിക് ഓഫീസർമാർ, റിലേഷൻസ് ഓഫീസർമാരുണ്ട്, PROs. അവരെഴുതി കൊടുക്കും. അപ്പം ഇയാൾ പറയുന്നത് തെറ്റിപ്പോവാതിരിക്കാൻ. എന്നിട്ട് അതിൽ നോക്കിയിട്ട് തപ്പി 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 വായിക്കുക. ഇതില്ലാതിരിക്കണമെങ്കിൽ മക്കളെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്താൽ മതി. ഞാൻ വെറുതെ ഒന്ന് പറയാം, പഠിക്കുന്ന കുട്ടികൾ എത്ര പേരുണ്ട് ഇതിനകത്തുനിന്ന് എനിക്കറിയില്ല. അവരതിലെയൊക്കെ കളിച്ച് നടക്കുന്നുണ്ടല്ലേ. അവരോട് നാളെയൊക്കെ വന്നിരുന്നോളാൻ പറ. ഇന്ന് 10 മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന എന്തെങ്കിലും ഒന്ന് കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പരീക്ഷയ്ക്ക് വരുമ്പോൾ അത് 15 or 20 ആയിട്ട് മാറും. ഉദാഹരണത്തിന് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ പറ്റുന്ന പൂജാമുറിയിലോ ക്ഷേത്രത്തിലോ വന്ന് ഏതെങ്കിലും നല്ല ഒരു ദേവിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ശ്ലോകം പഠിച്ചാൽ മതി. ഇപ്പം നമ്മൾ സരസ്വതീനെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, ഓം സം സരസ്വതിയേ സ്വാഹ എന്ന് പറയും. സരസ്വതിയുടെ മൂലമന്ത്രമാണ് ഓം സം സരസ്വതിയേ സ്വാഹ അല്ലേ. ഗണപതിനെ കുറിച്ചാണെങ്കിൽ നമ്മൾ പറയും ഓം ഗം ഗണപതയേ നമഃ. ഗണപതിയുടെ മൂലമന്ത്രമാണ് അല്ലേ. ഗുരുവിനെ കുറിച്ചപ്പം ഗുരുവിൻ്റെ സങ്കല്പം ഉണ്ടല്ലോ ഉള്ളിൽ. നമ്മൾ ആ ഗുരുവിൻ്റെ അടുത്തെത്തുമ്പോൾ ചെല്ലാവുന്നത് ഓം ഗും ഗുരുഭ്യോ നമഃ. അപ്പോൾ ഗണപതി, സരസ്വതി, ഗുരു ഇങ്ങനെ ഓരോന്നിനും മൂലമന്ത്രങ്ങളുണ്ട്. സരസ്വതിയുടെ വേറെ ഒന്നിലധികം മൂലമന്ത്രങ്ങളുണ്ട്. ഓം ശ്രീ സരസ്വതി നമസ്തുഭ്യം നമ്മൾ കേട്ടതാണ് ഇതൊക്കെ. വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. മറ്റൊരു മൂലമന്ത്രമാണ് സരസ്വതി. ഇത് മാത്രം ജപിച്ചുകൊണ്ട് ഒരു 10 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 50 പ്രാവശ്യം ജപിച്ചിട്ട് ഒരാൾ ഇരിക്കട്ടെ. ഓം ശ്രീ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ ബ്രീത്തിങ് സർക്കിൾ മാറിയിട്ട് കോൺസെൻട്രേഷൻ വർദ്ധിക്കും. അതിന് ആ കോൺസെൻട്രേഷൻ വർദ്ധിക്കാൻ ബ്രീത്തിങ് സർക്കിൾ മാറിയിട്ട് നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള അക്ഷരങ്ങളാണ് അവിടെ യോജിപ്പിച്ചിട്ടുള്ളത്. അതും കൂടെ ശ്രദ്ധിക്കണം. സംസ്കൃതത്തിൽ ശ്ലോകങ്ങളൊക്കെ ഉള്ളത് കൃത്യമായ തലത്തിൽ നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആവുന്ന അക്ഷരങ്ങളെ സംയോജിപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ ജപിച്ച അത് മാത്രം ജപിച്ചാലും മതി. ആദ്യം നമ്മൾ ആ ദേവീ മഹാത്മ്യത്തിലുള്ള ദേവിയെ ഒറ്റ ശ്ലോകം കൊണ്ട് ദേവി എന്തൊക്കെ ചെയ്തു എന്ന് പറയുന്നതാണ് ഞാൻ ഇന്നലെയും ഇന്നുമൊക്കെ സൂചിപ്പിച്ച ആ ശ്ലോകം. ആ ശ്ലോകം മാത്രം കുട്ടികൾ പഠിക്കട്ടെ. മദർമേ മധുകൈഠഭഗ്നി മഹിഷപ്രാണാപഹാരുദ്യമേ ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ചണ്ഡമുണ്ടാർദിനി നിശേഷീകൃത രക്തബീജധനുജേ നിത്യേ നിശുംഭാവഹേ ശുംഭദ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേന്ദികേ. ഇത് അല്ലെങ്കിൽ ഓം ശ്രീ സരസ്വതി നമസ്തുഭ്യം
വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഇങ്ങനെ ഒരു ദേവിയുടെ ശ്ലോകം ചൊല്ലുന്ന സമയത്ത് ആ ശ്ലോകത്തിൽ ചേർത്തിരിക്കുന്ന അക്ഷരങ്ങൾക്ക് പ്രത്യേക ശക്തിയുണ്ട്. അപ്പൊ നമ്മളൊരാളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാ അക്ഷരങ്ങൾ ഉപയോഗിക്കുക? നിന്നെ ഞാൻ അടിച്ച് കണ്ണു പൊട്ടിച്ച് കൊന്നു കളയെന്ന് പറഞ്ഞ അയാൾക്ക് എന്നാ ഞാൻ കൊന്നൊന്നും. അതിനൊരു പ്രത്യേക ഭാവവും അതിൻ്റെ വാക്കുകൾക്ക് വേറൊരു രീതിയൊക്കെ വേണ്ടേ? അത് പറയുമ്പോൾ നമ്മൾ ആക്ഷനൊക്കെ എടുത്തിട്ടായിരിക്കും അയാളോട് പറയാം. ഓ ഒറ്റ അടിക്കുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കാണണം. അപ്പം നമ്മൾ സ്വയം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് വാക്കുകൾ. വല്ലാതെ ദേഷ്യം വരുന്ന സമയത്ത് നമുക്ക് വാക്കുകൾ തന്നെ വരില്ലേ ചിലപ്പോൾ. കാരണം അത്രയും നമ്മൾ മനസ്സിലേക്ക് അങ്ങ് പോവുകയാണ്, വാക്കുകൾ വരാതെ പോകും. അപ്പം അങ്ങനെ പഠിച്ച് വന്നു കഴിഞ്ഞാൽ അത്രയും കോൺസെൻട്രേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഉറക്കെ പോലും ചെല്ലേണ്ട അവസ്ഥ ഉണ്ടാവില്ല. നമ്മൾ ഉള്ളിലേക്ക് ഇരുന്ന് ചൊല്ലും. അങ്ങനെയാണ് പിന്നെ നാമം ജപിക്കേണ്ടത്. ഇങ്ങനെ ജപിച്ച ആളുകളാണ് ശങ്കരാചാര്യരും ശ്രീനാരായണ ഗുരുദേവരും അയ്യങ്കാളിയും ഒക്കെ തന്നെ, വിവേകാനന്ദനും. ഇവർ ലോകം മുഴുവൻ അറിയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദേവിയുടെ ശക്തി മനസ്സിലാവും. കാരണം നമ്മളിലെല്ലാം ഉണ്ട് ആ ചൈതന്യം. ആ പോസിറ്റീവ് എനർജിയെ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇപ്പൊ ദേവി മഹാത്മ്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ ചെയ്യാവുന്നത്, ഇപ്പൊ വീട്ടിലാണെങ്കിൽ ഒരു നിലവിളക്ക് എടുക്കുക, അത് വളരെ വൃത്തിയായിട്ടൊക്കെ അല്ലേ സൂക്ഷിക്കണം. എല്ലാ ദിവസവും തുടച്ച് വൃത്തിയാക്കി അതിൻ്റെ കരിയൊക്കെ പോക്കണം. ചില വീട്ടിലൊക്കെ അല്ലേ, മുമ്പൊരിക്കലും ഒരു വീട്ടിൽ കൂടെ ഇങ്ങനെ ഞങ്ങൾ സന്ധ്യാസമയത്ത് നിന്നപ്പോൾ ഒരു വിളക്ക് ഇതുപോലെ കണ്ടു. അപ്പം എൻ്റെ കൂടെയുള്ള ആൾ ചോദിച്ചു, അല്ല ചേച്ചി വിളക്ക് കൊണ്ടോ ശബരിമലയ്ക്ക് പോകുന്നത്? എന്താണെന്ന് ചോദിച്ചു. കറുപ്പ് കൊടുത്ത മാതിരിയുണ്ടല്ലോ എന്നെ കണ്ടിട്ട്. ആകെ കരി പിടിച്ച് കിടക്കുകയാണ്. അതിൻ്റെ അകത്തേക്ക് നോക്കിയാൽ പച്ച ക്ലാവ് പിടിച്ച് കിടക്കുന്നതാണ്. അപ്പോൾ സീരിയൽ കാണുന്ന തിരക്കിൽ പെട്ടെന്ന് അയക്കും പറയും, ഓ സമയം 7 മണിയായി, ആ ഈ വിളക്കത്തില്ല എന്നും ചോദിച്ചിട്ട് 4 ചീത്തയും പറഞ്ഞ് മക്കളോട് ഇതൊക്കെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന മാതിരിയാണ്. അമ്മ കുത്തിട്ട് തിരിഞ്ഞ ആളാണ്. എന്നിട്ട് അന്നേരം തുടയ്ക്കാനും ഇതിനൊന്നും സമയമില്ല. എന്നിട്ട് പഴയ തിരി തന്നെ ഇടയിൽ കത്തിച്ചു കളയും. കത്തിക്കരുത്. അവിടെ വല്ലാതെ കാർബണിൻ്റെ അംശം പരക്കും അന്തരീക്ഷത്തിൽ. പുതിയ നല്ല തിരി ചില പഴയ കാലത്തൊക്കെ പലയിടത്ത് ഉപയോഗിച്ചിട്ടുണ്ടാവും, ഇന്നൊന്നും ആരും ഉപയോഗിക്കാറില്ല. ഉടുത്ത് കീറിയ മുണ്ട് പറിച്ച് ചീന്തിയിട്ട് അതുകൊണ്ട് തിരി ഉണ്ടാക്കിയിട്ട് വിളക്ക് തിരി എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇത് ഇട്ട് കഴിഞ്ഞാൽ അവിടെ എല്ലാ തരത്തിലുള്ള ദുർഭൂതങ്ങളും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ വരും. അസുഖം വരും. തിരി എണ്ണ വറ്റിയിട്ട് കത്താതെ കെട്ട് പോകുമ്പോൾ കരി വരുന്നില്ലേ, പുക വരുന്നില്ലേ, അതിന് മുമ്പേ നമ്മൾ കെടുത്തണം. എത്ര നേരം വെക്കണം എന്നൊന്നുമില്ല കേട്ടോ. ആ നല്ലോണം തേച്ച് ഭംഗിയാക്കി വെടിപ്പാക്കി എടുത്തിരിക്കുന്ന വിളക്കിൻ്റെ അടിവശത്ത് വേണമെങ്കിൽ നമുക്കൊരു ചുവന്ന പട്ട് ചുറ്റി കൊടുക്കാം, ദേവിയായിട്ട് സങ്കല്പിക്കാമെന്നാണ് ഒരു വിളക്കിനെ. ശരിക്കും വിളക്കിനെ മഹാലക്ഷ്മിയായിട്ടാണ് പറയുക അല്ലേ. സ്നേഹം എന്ന വാക്കിൻ്റെ സംസ്കൃതത്തിലെ അർത്ഥം എണ്ണ എന്നാണ്. ഇന്നത്തെ സ്നേഹം അതല്ല, ഇന്നത്തെ അർത്ഥം കഷായം എന്നാണ് മലയാളം. സ്നേഹാശം എന്നാണ് വിളക്കിൻ്റെ പേര്. സ്നേഹാശം എന്ന് പറഞ്ഞാൽ നിലവിളക്ക് അല്ലെങ്കിൽ മഹാലക്ഷ്മി എന്നാണ്. അപ്പം വിളക്കിനെ മഹാലക്ഷ്മിയായിട്ട് ദേവിയായിട്ട് കാണുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമുക്ക് വെളിച്ചം തരുന്നത് ദേവിയാണ്. വെളിച്ചം ഇവിടെ നിന്ന് കിട്ടുന്നത് നമുക്കറിയില്ല. ഇപ്പോൾ സൂര്യനിൽ നിന്ന് കിട്ടുന്നുണ്ട്, സൂര്യൻ സോളാർ പാനൽ വെച്ചിട്ട് അതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. വെള്ളത്തിലുണ്ട് വെളിച്ചം അല്ലേ, കറണ്ട് കിട്ടുന്ന വെള്ളത്തിനല്ലേ. വെള്ളത്തിൻ്റെ അകത്തുണ്ടോ വെളിച്ചം? അതിൻ്റെ അകത്തുനിന്നാണ് നമുക്ക് വെളിച്ചം കിട്ടുന്നത്. ഈ ദൈവിക ചൈതന്യത്തിനെയാണ് മൂന്നായിട്ട് കാണുന്നതിൽ 2 പ്രധാനമായിട്ട്. പ്രത്യേകിച്ച് നമ്മളിവിടെ താമരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ തലക്കനം കൂടിയാൽ താമരയുടെ തണ്ട് ഒടിഞ്ഞിട്ട് വെള്ളത്തിൽ പോകും, ചളി തന്നു. അതുകൊണ്ട് നല്ല അറിവുള്ള ആളുകൾക്ക് എന്തുണ്ടാവില്ല? ഹെഡ് വെയിറ്റ് ഉണ്ടാവില്ല.
കൃത്യമായ അറിവില്ലാത്ത ആളുകൾക്കാണ് അഹങ്കാരം കൂടുക. അഹങ്കാരികളെ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, അവർക്ക് അറിവ് കുറവാണ്. നല്ല രീതിയിൽ ധാർമ്മികമായിട്ട് സമ്പത്ത് സ്വരൂപിച്ചിട്ടുള്ള ആളുകൾക്ക് തലക്കനം ഉണ്ടാവില്ല. അവർ വലിയ ഞാൻ പണക്കാരനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ജാടകളൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് ലോട്ടറി അടിച്ച ആളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിറ്റേന്ന് തന്നെ 2 കൂളിംഗ് ഗ്ലാസ് ഒക്കെ വാങ്ങി, അല്ലേ? അങ്ങനെയാണോ എനിക്ക് അറിഞ്ഞൂടെ, അങ്ങനെ ഭാവനയെ പറയുകയാണ്. പെട്ടെന്ന് 2 കാറുകൾ വാങ്ങി, അല്ലേ? പഴയ വീടൊക്കെ അങ്ങോട്ട് ഉപേക്ഷിച്ചു. ഇവൻ ജനിച്ച് വളർന്ന് 10-40 കൊല്ലം കളിച്ച് വളർന്ന സ്ഥലമാണ്. അതൊക്കെ അങ്ങോട്ട് ഉപേക്ഷിച്ചു. വലിയൊരു ബംഗ്ലാവും ഉണ്ടാക്കി. കുറച്ച് കഴിയുമ്പോൾ കാണാൻ എല്ലാം അങ്ങോട്ട് നശിച്ചു പോവാണ്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. എന്താണ്? സീരിയലല്ല, ലോട്ടറി. എല്ലാ ദിവസവും ഉണ്ട്, അല്ലേ? ഏത് ദിവസം നിങ്ങൾ നോക്കിയാൽ മതി. ഒന്ന് സ്ത്രീ ശക്തി പേരുണ്ട്, വേറൊന്ന് വിൻ പേരുണ്ട്, കുറേ പേരുണ്ട്. അതൊക്കെ ഏതൊക്കെ ദിവസമൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഈ 7 ദിവസവും ലോട്ടറി എടുത്തിട്ട് കോടാനുകോടികൾ സമ്മാനം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയിട്ട്, അങ്ങനെയാണെങ്കിൽ ഇത്രയും ഒരു 10, 40, 50, 60 കൊല്ലം കൊണ്ട് കേരളത്തിൽ എല്ലാവരും കോടീശ്വരന്മാരാവേണ്ടതല്ലേ? എന്താ ആവാത്തത്? എന്തെങ്കിലും കയ്യിൽ കിട്ടിയാൽ അഹങ്കാരം ഉണ്ടാവും, അതോടെ നാശം തുടങ്ങും. അതില്ലാതിരിക്കുക ആർക്ക്? അധ്വാനിച്ച് സമ്പത്ത് ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾക്ക്. നല്ലോണം അധ്വാനിക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവർ ചെരുപ്പിടില്ലേ, ലളിതമായ വസ്ത്രമായിരിക്കും ധരിക്കുന്നത്, സാധാരണ പോലെയായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്, സാധാരണക്കാരെ പോലെയാണ് കിടന്നുറങ്ങുന്നത്. സാധാരണക്കാരെ പോലെ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അസുഖങ്ങളും കുറഞ്ഞിരിക്കും കേട്ടോ. തലേണ വയ്ക്കാതെ കിടന്നുറങ്ങുന്ന ആരെങ്കിലും ഉണ്ട് ഇതിനകത്ത്? ഇപ്പോൾ തലേണ വയ്ക്കാറില്ല ഒരാളുണ്ട്, ഇല്ലേ? വേറെ ആരുമില്ല. ഒരമ്മ, 2 അമ്മമാരുണ്ട്. ഈ സത്യത്തിൽ നമ്മളെ ചെവിക്ക് ഇങ്ങനെ ഒരു രൂപം, അല്ലെ? മൂക്കിന് ഇങ്ങനെ രൂപം, അങ്ങനെ കൈ വിരലെല്ലാം നമ്മൾ നോക്കിയാൽ ആവശ്യത്തിന് വേണ്ടുന്ന രൂപങ്ങളാണ് നമ്മളെ ശരീരത്തിനുള്ളത്. അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മളെ തലയുടെ പിന്നിലൊരു ഡസ്റ്റർ പോലൊരു സാധനം കൂടി ഫിറ്റ് ചെയ്തിട്ടല്ലായിരുന്നു നമ്മൾ ജനിക്കുക. അപ്പോൾ സത്യത്തിൽ തലയണയുടെ ആവശ്യമുണ്ടോ? വസ്ത്രം ധരിക്കുന്നത് നമുക്ക് അഴുക്ക് ശരീരത്തിൽ പറ്റാതിരിക്കാനും, പിന്നെ മനുഷ്യരാവുന്ന സമയത്ത് മറ്റ് ജീവികളെ പോലെയല്ലല്ലോ, കുറച്ച് വിവേകവും വിചാരമൊക്കെ ഉള്ളതുകൊണ്ട് നാണം മറയ്ക്കാനും രോഗാണുക്കളൊന്നും വരാതിരിക്കാനും ചൂടും തണുപ്പുമൊക്കെ നിയന്ത്രിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് വസ്ത്രം. ഇപ്പം അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇപ്പം വസ്ത്രം ധരിക്കുന്നതില്ലേ, ഇവിടെയൊക്കെ കീറിയ വേണ്ടിട്ട് നടക്കുന്ന കുട്ടികളെ കണ്ടിട്ടില്ല. മുമ്പിലൊക്കെ നടക്കണ്ടാകും ചിലപ്പോൾ, പിന്നെ തച്ചു പോലും ഇത് കേട്ടാല്. ഇപ്പം കീറിയ പാൻറ്റാണ്, കീറിയിട്ട് തുന്നി കൂട്ടിയിട്ട് ചില സ്ഥലത്ത്, അല്ലേ? ഇടക്കാലത്ത് കീറിയ പാൻറ്റ് പിന്നെ തുന്നി കൂട്ടി. പിന്നെ പണ്ട് നമ്മളെ സിനിമയിലുണ്ടായിരുന്നല്ലോ ഒരു നടൻ ജയൻ എന്ന് പറഞ്ഞിട്ട്, ജയൻ്റെ പോലെയുള്ള പാൻറ് ഇട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും. ഹുഡീസ് എന്നാണ് ആൺകുട്ടികളെ പാൻറ്റിൻ്റെ പേര്, പലാസ എന്നാണ് പെൺകുട്ടികളെ പാൻറ്റിൻ്റെ പേര്. അതിങ്ങനെ ഇതുപോലുള്ള സ്ഥലത്തൂടെ കാണുന്ന പൊടി പറക്കും. അതുകൊണ്ട് പലാസ ഇട്ടാരും വരുന്ന കണ്ട നമ്മൾ വഴി മാറിക്കോക്കുക, അത് കുറ്റം നമ്മളെ മേൽ പൊടി പറത്തണ്ട, അല്ലേ? പിന്നെ ഈ വണ്ടിയിലൊക്കെ പോകുന്ന ആളിടയ്ക്ക് എന്നോട് ഒരാൾ പറഞ്ഞത്, ഈ ബൈക്ക് ഇങ്ങനെ മുരുണ്ടി പിടിച്ചിട്ട് ഭയങ്കര ഒച്ച ഉണ്ടാക്കിയിട്ട് പോകുന്ന, സൈലൻസർ എടുത്ത് കളഞ്ഞിട്ട് സൈലൻസർ മാറ്റി വെച്ചിട്ടൊക്കെ ഭയങ്കര എന്ന് പറഞ്ഞ് പോകുന്ന ടീമില്ലേ. അപ്പോൾ ഒരു വണ്ടി പോകുന്നതാണ്. ഞാൻ പറഞ്ഞു, ഇവനൊക്കെ എന്ത് മാഷെ, അത് പൊയ്ക്കോട്ടെ, ഓൻ ഏതെങ്കിലും 6 ചക്രം ലോറീൻ്റെ ചോട്ടിലേക്ക് പോവുകയായിരിക്കും തിരക്കിട്ട്, വിട്ടേക്കുക. നമ്മളോനെ ചീത്ത പറയേണ്ട ആവശ്യമില്ല. ഓൻ 16 ചക്രം ലോറിൻ്റെ ചോട്ട് പോയി കൊടുത്താൽ നമ്മൾ വേഷം കെട്ടി എങ്ങോട്ട് പോകുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് കേട്ടോ. പാൻറ് ഇടണ്ട, ഷർട്ട് ഇടണ്ട, ട്രൗസർ ഉണ്ടാകുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഈ വസ്ത്രം ധരിക്കുന്നത് നാണം മറയ്ക്കാനും രോഗാണുക്കളില്ലാതിരിക്കാനും ചൂടും തണുപ്പൊക്കെ ക്രമീകരിച്ച് ശരീരമൊക്കെ അതാവശ്യം. പക്ഷെ ഇന്നത്തെ വസ്ത്രധാരണം അങ്ങനെയല്ല. ചെറിയൊരു അലങ്കാരത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മുടിയൊക്കെ മെടഞ്ഞു വെക്കുന്നു, നന്നാക്കി വെക്കുന്നു, അല്ലേ? മുടി എന്ന് പറഞ്ഞാലല്ലേ, നല്ലോണം മുടിയുള്ളൊരു പെൺകുട്ടീനെ കണ്ടാൽ ആൺകുട്ടികൾക്ക് എന്താ തോന്നുക? നല്ല സുന്ദരിയായൊരു കുട്ടീനൊക്കെ തോന്നും, അല്ലേ? പാട്ട്, പഴയ സിനിമയിലെ പാട്ട് കേട്ടില്ലേ? ശരറാന്തൽ തിരിതാണു മുകിലിൻ കൊടിൽ, അല്ലേ? കേട്ടില്ലേ? മൂവന്തി പെണ്ണുറങ്ങാൻ
മകരമാസക്കുളിരിൽ അവളുടെ അഴിഞ്ഞ വാർമുടിച്ചുരുളിൽ മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു. അപ്പം മുടിയിങ്ങനെ അഴിച്ചിട്ടിട്ട് ആ മുടിച്ചുരുളിൻ്റെ അകത്ത് ഇങ്ങനെ മയങ്ങാൻ ഭയങ്കര മോഹം കാമുകന്. അതിൽ നിന്നൊരു കഷ്ണം മുടിയേറ്റാൻ ഒരു കഷ്ണം പുട്ടിൻ്റെ കൂട്ടത്തെ കിട്ടിയാലാണ്. അപ്പം ഇതൊക്കെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മളിതൊക്കെ ഒരു സൗന്ദര്യം എന്നൊക്കെ പറയുക എന്നല്ലാതെ അതിലൊന്നും വലിയ കഥയില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഈ നമ്മുടെ ശരീരത്തിന്റെ രൂപങ്ങളൊക്കെ ഇങ്ങനെ പലതായിട്ടിരിക്കുമ്പോഴും നമ്മൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ വസ്ത്രം ധരിക്കുമ്പോഴും സത്യത്തിൽ തലയണ എന്ന് പറയുന്ന സാധനം വേണ്ട. അപ്പം നിങ്ങൾ ചോദിക്കും മാഷ് കല്യാണപ്പറ്റി ഞാൻ ജനിച്ചപ്പോൾ അത്രയും ഓർമ്മയില്ലാത്ത കാലത്ത് അമ്മേറ്റം തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒക്കെ കിടക്കയിലാണ് ഞാൻ കിടക്കാറുള്ളത്. സത്യത്തിൽ ഈ ഇത്രയും കട്ടിയുള്ള കിടക്കയിൽ കിടക്കുന്നതിനേക്കാൾ സുഖം ഇതിലാ. സാധാരണ പായ വിരിച്ച് ഒരു വിരിയും വിരിച്ചല്ലേ കട്ടി കുറഞ്ഞ് കിടക്കയിൽ കിടക്കുന്നതല്ലേ. ഇങ്ങനെ കിടന്നാലൊരു ഗുണം എന്താണെന്നറിയോ? നടുവേദന ഉണ്ടാവില്ല, പുറംവേദന ഉണ്ടാവില്ല, കഴുത്തുവേദന ഉണ്ടാവില്ല. വലിയ കിടക്കയിൽ കിടക്കുന്ന ആളുകൾക്ക് ഉറപ്പാണ് നട്ടെല്ലുമായി ബന്ധപ്പെട്ട വേദനകൾ വരും, നടുവേദനകൾ വരും. അപ്പം ലളിതമായിട്ട് ജീവിക്കുക. ആ ലാളിത്യം നമുക്കുണ്ടാവണം. ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ അതിനാണ് ലളിതമായ ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത്. നല്ല ഭക്ഷണം ഏതാണ്? മാംസം കഴിക്കണ്ടെന്നോ മത്സ്യം കഴിക്കണ്ടെന്നോ മുട്ട കഴിക്കണ്ടെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ദിവസവും മോനെ, അവൻ്റെ പേരെന്താ, നിവേദ്, മോനെ ദിവസവും മാംസം കഴിക്കരുത്. മാംസം കഴിക്കാം. ദിവസവും മത്സ്യം കഴിക്കരുത്. മത്സ്യം കഴിക്കാം, കഴിക്കില്ല. ദിവസവും മുട്ട കഴിക്കരുത്, കഴിക്കാം. ഇന്ന് ഈ അടുത്ത കാലത്തൊരു ടീച്ചർ പറഞ്ഞതാണ്, അവർ സ്കൂളിൽ ഈ കോഴീനെ കുറിച്ച് പഠിപ്പിക്കാൻ എന്തോ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ കുട്ടികൾക്ക് അറിയില്ല കോഴി എന്ന് പറഞ്ഞു. അത് 2ാം ക്ലാസ്സിൽ LKG ഏതോ ക്ലാസ്സാണ്. ചെറിയ ക്ലാസ് ആയതുകൊണ്ട് ടീച്ചർ ഇങ്ങനെ പുസ്തകം മറിച്ച് നോക്കിയിട്ട് ഒരു ചിത്രം കാണിച്ചപ്പോൾ ഒരു ചെറിയവൻ പറഞ്ഞു, ചിക്കൻ എന്ന് പറഞ്ഞു. ഇപ്പൊ കോഴിയില്ല, ചിക്കനാണ് മുഴുവൻ. കോഴീനെ എവിടെയെങ്കിലും വളർത്തുന്നുണ്ടോ? കോഴി എന്തിനുള്ളതാണെന്ന് വിചാരിപ്പം നമുക്ക് തിന്നാനാണ്. ഇത് ഞാനൊരു ക്ലാസ്സിൽ തമാശ പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരു കുട്ടി പറയാണ്, സാറേ എൻ്റെ വീട്ടിലെ കോഴി ചിക്കനെ തിന്നൂന്ന്. ഇപ്പൊ കോഴി ചിക്കൻ മാത്രമേ തിന്നുള്ളൂ, വേറെ ഒന്നും തിന്നൂലല്ലേ. ഇങ്ങനെ നമ്മളെ കൂടെയുള്ള ജീവികളെ വരെ വെറുതെ ഭക്ഷണം കൊടുത്തിട്ട്, ഈ ചിക്കനും മീനും മാത്രമൊന്നുമല്ല ഞാൻ പറയുന്നത്, ഇന്നലെ സൂചിപ്പിച്ചിരുന്നില്ലേ, കാർബോഹൈഡ്രേറ്റ് ഏറ്റവും കൂടുതലുള്ള സാധനമാണ് ചോറ് എന്ന് പറയുന്ന സാധനം. നമ്മൾ 4 നേരം 5 നേരമൊക്കെ പിടിച്ച് തിന്നും. എനിക്ക് വളരെ സന്തോഷം. ഇന്നലെ നോക്കുമ്പോൾ ഒരു കാപ്പിയും ഒരു ലഡുവാണ് ഇവിടുത്തെ ഭക്ഷണം. അതുകൊണ്ടാണ് ആൾക്കാർ കുറവ്. അല്ല, ചില സ്ഥലത്ത് 7 ദിവസം നമ്മൾ ഉത്സവം നടക്കുമ്പോൾ രാവിലെ പൊട്ട്, ഉച്ചയ്ക്ക് പൊട്ട, വൈകുന്നേരം പട്ടാന്ന് പറഞ്ഞ മാതിരി കംപ്ലീറ്റ് സാധനങ്ങൾ വിതരണമാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ? ചില ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉപ്പുമാവ് ഉണ്ടാവും, പഴം ഉണ്ടാവും, കറി ഉണ്ടാവും, പപ്പടം ഉണ്ടാവും, പഞ്ചസാര വേണ്ടവൻ അത് കൊടുക്കും. പരമാവധി രോഗം ഉണ്ടാക്കിയിട്ട് വിടുകയാണ് ക്ഷേത്രത്തിൽ. കിടക്കട്ടെ, തിന്നട്ടെ പഞ്ചസാര. ഉച്ചയ്ക്ക് 2 കൂട്ടം 3 കൂട്ടം പായസം. എന്നിട്ട് ഷുഗർ പിടിച്ചിട്ട് കണ്ണ് കാണാണ്ട് കണ്ണടയൊക്കെ വെച്ച് നോക്കുന്നവരും പറയുന്നത് പായസമല്ലേ, എന്തായാലും കുറച്ച് കുറ്റിക്കാന്ന് പറഞ്ഞു. അതും പേതിയിൽ വീട്ടിൽ പോയി ഷുഗർ കൂടുകയുള്ളൂ. രാത്രിയിലും ചോറ്. ക്ഷേത്രത്തിൽ 2 നേരമൊക്കെ ചോറ് കൊടുക്കുക. ഞാൻ ചോദിക്കണം, ആവശ്യമുണ്ടോ സത്യത്തിൽ? അഥവാ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ചോറും ഒരു ചെറിയ സാമ്പാറും, വേണമെങ്കിലൊരു ഉപ്പേരിയോ എന്തെങ്കിലും കൊടുത്താൽ പോരെ. എല്ലാ ദിവസവും പായസം കൊടുക്കണം. എന്താ? അപ്പൊ ദേവിയോടടുക്കുമ്പോൾ, ഈശ്വരനോടടുക്കുമ്പോൾ നമ്മൾ ലാളിത്യമാണ് വേണ്ടത്. ഇന്ന് പലപ്പോഴും ആ ലാളിത്യത്തിൽ നിന്ന് മാറിയിട്ട് നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്ന ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴിയിൽ പോലും നല്ല മൊസൈക്കൊക്കെ വിരിച്ച്, കാരണം മറ്റേ പ്രദക്ഷിണം ചെയ്യണമല്ലോ നമുക്ക്, ഇല്ലേ? കിടന്ന് ഉരുളണ്ടേ? ഗണപതിയുടെ അടുത്ത് പോയിട്ട് ഏത്തം ഇടാൻ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ സത്യത്തിൽ. ഏത്തം ഇടുന്നത് ഇടത്തുകാല് വലതുകാല് പണച്ച് വെച്ചിട്ട്, വലത് കൈയോട് ഇടത്ത് കൈ പണച്ച് വെച്ചിട്ട് ചെവിയുടെ അടുത്തേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യണം?
ഇരുന്ന് എഴുന്നേൽക്കണം. ആരെങ്കിലും ഈ അടുത്ത കാലത്ത് ഇരുന്ന് എഴുന്നേൽക്കുന്ന കണ്ടുണ്ടോ? കാരണം ഇരുന്നാൽ പിന്നെ എഴുന്നേൽക്കാൻ പറ്റൂല, പിന്നെ ഉകലായിരിക്കും. അതുകൊണ്ട് ഇരിക്കാറില്ല. ഒരു ചെറിയവനോട് ഞാൻ പറഞ്ഞു, അമ്പലത്തിൽ ഇതുപോലെ പോയി പ്രഭാഷണത്തിന് മുമ്പാ അങ്ങനെ വെറുതെ നടന്നപ്പോൾ നോക്കുമ്പോൾ ഒരു ചെറിയ ഗണപതിൻ്റെ അടുത്ത് ഒരു വടി പോലെ ഇങ്ങനെ കാണിക്കുന്നു. ഞാൻ മോൻ എന്താ ഏത്തട്ടതാണെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയല്ലല്ലോ മോനെ എത്തത്, ഇരുന്ന് എണീക്കണ്ടേ. ഇരുന്ന് എണീച്ച് ഞാൻ പോകുന്നുണ്ടെ മാമനെ എണീപ്പിക്കുകയല്ലേ. പിന്നെ വലിയ കഥ. അപ്പൊ നമുക്ക് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഭക്ഷണം നിയന്ത്രിക്കണം ക്ഷേത്രത്തിൽ വരുമ്പോൾ, വ്രതം സ്വീകരിക്കുന്നതിനാണ്. ഇന്ന് ഭക്ഷണം കഴിച്ച് രോഗം പിടിക്കുന്ന ഒരേ ഒരു ജീവിയുള്ളൂ ലോകത്തിൽ. ആരാണ്? മനുഷ്യനാണ്. ഉത്തരവൊന്നും ഞാൻ പറയില്ല, നിങ്ങൾ കുട്ടികൾ, ഞാൻ മാഷി. ഉത്തരം കുട്ടികൾ പറഞ്ഞത്. പ്രകൃതി വിരുദ്ധമായി ജീവിക്കുന്ന ഒരേ ഒരു ജീവി ഏതാണ്? മനുഷ്യൻ. എഴുന്നേൽക്കുന്നത് തോന്നും പണിക്കും, ഉറങ്ങുന്നത് തോന്നും പോകണം, കിട്ടുമ്പോൾ തിന്നി. കോഴിക്കോട്ടുകാർ പറയുന്നില്ല കിട്ടുമ്പോൾ തിന്നി. എപ്പ കിട്ടിയാലും തിന്നും. എന്നൊന്ന് പറയുക വേണ്ട, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാണ് വരുന്നത് പറയില്ല. കിട്ടുന്നത് എന്താണോ അന്നേരം പിടിച്ച് തിന്നും. ഏറ്റവും കൂടുതൽ കേരളീയർ കുടിക്കുന്ന വെള്ളത്തിന്റെ പേരെന്താണ്? മദ്യമാണ്. ഇതൊന്നും കഴിച്ചിട്ട് ക്ഷേത്രത്തിലേക്ക് വരരുത്. ക്ഷേത്രത്തിൽ വരുമ്പോൾ ലളിതമായ ഭക്ഷണം കഴിച്ചിട്ട് വരണം. പണ്ടൊന്നും ക്ഷേത്ര പരിസരത്ത് ടോയ്ലറ്റുകൾ പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ക്ഷേത്രത്തിലേക്ക് വരുന്ന സമയത്ത് ഇറച്ചിയും പൊറാട്ടയും പിന്നെ എന്താ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, പിന്നെ വലിയ വലിയ സാധനങ്ങൾ, അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്താ ഈ കുഴിമന്തി അല്ലേ, ഷവർമ്മ, ഇതൊക്കെ തിന്നിട്ട് വരും. എന്നിട്ട് ഗ്യാസും പിടിച്ചിട്ട് വന്നപാട് ദൈവത്തിനെ തൊഴാനല്ല അടുത്ത ഓഫീസിൽ ടോയ്ലറ്റ് ആടിയാന്നേ. അതിനിങ്ങോട്ട് വരണ്ട. അതൊക്കെ വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് ശുദ്ധമായിട്ട് പറ്റുമെങ്കിൽ ഒന്നും കഴിക്കാതെ വരിക. നാമം ജപിക്കുന്ന സമയത്ത് പൂജാമുറിയിലായാലും രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരണം. സൂര്യോദയത്തിന് 48 സെക്കൻഡ് മുൻപ് ഒഴിവാക്കുക. അതിന് മുൻപുള്ള 48 മിനിറ്റ്, ആ സമയമാണ് ഏതാണ്ട് ബ്രാഹ്മമുഹൂർത്തം. ആ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് നിങ്ങൾ പ്രാഥമിക കാര്യങ്ങൾ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ഒരു വെള്ളവും കുടിക്കാതെ നല്ല വസ്ത്രം ധരിച്ച് വിളക്കിൻ്റെ അരികിലോ പൂജാമുറിയിലോ പോയിട്ട് വേണം ദേവി മഹാത്മ്യം ചെയ്യാൻ. എന്തിനാ ശുദ്ധി വേണമെന്ന് പറയുന്നത്? ഇവിടെ ഇരിക്കുന്ന ഒരു 50 വയസ്സിന് താഴേക്ക് പ്രായമുള്ള ആരെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ശബരിമലയ്ക്ക് പോയോ? നമ്മളെ കുറേ നാട്ടുകാരികൾ ശബരിമലയ്ക്ക് പോയില്ല. നിങ്ങളാരെയും പോയോ? ഇല്ല. എന്തേ പോവാഞ്ഞത്? നമ്മൾ വിപ്ലവം ഉണ്ടാക്കണ്ടേ? പുരോഗമന ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു സ്ഥലം അടുക്കള, ഒരു ഭാഗം ടോയ്ലറ്റ്. പണ്ട് ടോയ്ലറ്റ് വീട്ടിൻ്റെ ഉള്ളിലല്ല കേട്ടോ. പണ്ട് കോഴിക്കോടൊക്കെ പറയുക പറമ്പ് പോവുക, വെളിക്ക് പോവുക, കണ്ടത്ത് പോവുക എന്നൊക്കെയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? വീട്ടിൻ്റെ ഉള്ളിൽ പോവുക എന്നല്ല. ഇപ്പം നമ്മൾ കോലായിലിരുന്ന് വർത്താനം പറഞ്ഞിട്ട് മാഷ ഞാൻ നാത്തു പോയി അറ്റേന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത്? മൂപ്പര് അതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. മറ്റത് കണ്ടത്ത് പോയി അറ്റേന്ന് പറഞ്ഞിട്ടാണ് പോവുക. ഈ കൊയിലാണ്ടി ഭാഗത്തേക്ക് അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്, കണ്ടത്ത് പോവുക എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പറമ്പിൽ ദൂരെയാണ്, പറമ്പിൽ പോവുക എന്ന് പറയും വയനാട്ടിലൊക്കെ അല്ലേ. വെളിക്കിറങ്ങുക എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അകത്ത് കയറുക. കാരണം നമ്മൾ കിടക്കുന്ന റൂമിനോട് ചേർന്നിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അങ്ങോട്ട് തലയും വെച്ച് തലയിലും വെച്ച് കിടന്നുറങ്ങും. എന്നിട്ട് രാവിലെ എണീച്ചിട്ട് എന്താണെന്ന് അറിയില്ല, ഭയങ്കര ക്ഷീണമാണ്. അങ്ങോട്ട് തലയിട്ട് കിടന്നുറങ്ങിയിട്ടാ. ഇതൊന്നും നമ്മുടെ ശരീരത്തിന് പറ്റുന്നതല്ല. നമ്മളെന്നല്ല ഒരു ജീവിയും, പൂച്ചയും പട്ടിയും വരെ കണ്ടിട്ടുണ്ടോ? അതിന് നമ്മൾ പറഞ്ഞ യൂറോപ്യൻ ടോയ്ലറ്റ് ഒന്നുമില്ല. എവിടെയെങ്കിലുമൊക്കെ സംഭവം സാധിച്ച് അതുങ്ങൾ മണ്ണ് മാന്തി ഇട്ടിട്ട് പോകും. എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും നടന്നു വരുമ്പോൾ അവരെ കാലിന് പോലും ആവരുത് എന്നാണ്. ചെറിയ ജീവിയൊക്കെ അറിയാം, വലിയ ജീവിയൊക്കെ അറിഞ്ഞുകൂടാത്തത് എന്ത് പറയുണ്ടാവും. ഇപ്പം പല ചെറിയ ജീവികൾക്ക് പോലും ശുദ്ധിയുണ്ട്. അത് നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിൽ, നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്നു, നമ്മളെല്ലാവരും ഇങ്ങനെ കെട്ടിരിക്കുന്നു, ഞാനിങ്ങനെ പറയുന്നു. നമ്മളെയൊക്കെ അകത്ത് മൂത്രാശയമുണ്ട്, മലാശയമുണ്ട്, അങ്ങനെ പല ആശയങ്ങളും ഉണ്ടല്ലോ. ഈ മൂത്രാശയത്തിൽ മൂത്രമില്ലേ, മലാശയത്തിൽ മലമില്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് ഇത് പുറത്തേക്ക് അറിയാത്തത്?
ഈ നവദ്വാരങ്ങളുണ്ട്. എന്നാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ പുറത്തേക്ക് വരണ്ടേ, ഇതിൻ്റെ സ്മെല്ലൊക്കെ മൂത്രം മണക്കണ്ടേ ആൾക്കാർ നടന്നു പോകുമ്പോൾ. നമ്മുടെ ഉള്ളിലൊരാളുണ്ട്, ആത്മാവെന്ന് പറയുന്നത്. അവനുള്ളിടത്തോളം കാലം, അവൻ നമ്മളെ ശരീരത്തിലുള്ളിടത്തോളം കാലം ശരീരവും നശിക്കില്ല, അത് സ്മെല്ല് വരില്ല. ആ ആത്മാവിൻ്റെ അംശം കുറയുമ്പോഴാണ്, കലകളിൽ അതിൻ്റെ അംശം കുറയുമ്പോഴാണ് നമ്മുടെ മുറിവുകൾ ചീഞ്ഞളിയുന്നത്, സ്മെല്ല് വരുന്നത്. അതുകൊണ്ട് ഈ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് നമ്മുടെ തുപ്പലായാലും വിയർപ്പായാലും മലമായാലും മൂത്രമായാലും രക്തമായാലും എന്തെങ്കിലും പുറത്തേക്ക് വന്നാൽ അത് എന്താണ്? അശുദ്ധിയാണ്. അല്ലെ, നമ്മൾ ആരെങ്കിലും നമ്മളെ അലമാരിയിൽ കൊണ്ടുവച്ചിട്ടുണ്ടോ? ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വെച്ച മൂത്രമാണ്, കണ്ടോ? കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടുവെക്കുക? ആരെയും കൊണ്ട് വെക്കുമോ? ഇല്ല. കാരണം അത് കളയാനുള്ള. അപ്പൊ പുറത്തേക്ക് പ്രകൃതി തട്ടിക്കളയുന്ന സംഗതികൾ അശുദ്ധമായത് കൊണ്ടാണ് നമ്മൾ ശബരിമലയിൽ പോലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ പോലും പറയുന്നത് ചില ശുദ്ധി നമ്മൾ പാലിക്കണം എന്ന് പറയുന്നത്. മരണാനന്തര ശുദ്ധി, ഇതൊക്കെ ക്ഷേത്രങ്ങളിൽ വരുമ്പോൾ, ദേവീ ക്ഷേത്രങ്ങളിൽ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ സ്വന്തക്കാരാരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്, ഇന്ന് DNA, RNA, ATP എന്നൊക്കെ പറഞ്ഞ ക്രോമോസോമുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട് ബയോളജി. ഇതുമായിട്ട് റിലേഷനുള്ളത് അച്ഛൻ, അമ്മ, മക്കൾ, അങ്ങനെയുള്ള അടുത്ത ബന്ധങ്ങളാണ്. മാമൻ, അല്ലേ, ചെറിയച്ഛൻ, വലിയച്ഛൻ, ഇങ്ങനെ സ്വന്തം എന്ന് നമ്മൾ പറയുന്നത് ബന്ധമല്ല. സ്വന്തക്കാർ മരിച്ചാൽ ക്ഷേത്രത്തിൽ വരൂല എന്ന് മാത്രമല്ല, 16 ദിവസം അവർ വീട്ടിലിരിക്കണം. കുലയാചരണം. കഴിഞ്ഞൊരു 2-3 കൊല്ലം മുമ്പ് വരെ ഇതൊക്കെ ആളുകൾ പറഞ്ഞിരുന്നത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞു. ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ പുലയുള്ളവൻ പോയാൽ എന്താ കുഴപ്പം? എന്തിനാ ഇപ്പോൾ 16 ദിവസം വീട്ടിലിരിക്കുന്നതെന്ന് പണിയും മുടക്കിയിട്ട് ആടിയിരിക്കുന്നതിനാ എന്ന് ചോദിച്ചു. ചില അസുഖങ്ങളൊക്കെ, മാരക രോഗങ്ങൾ വന്നപ്പോൾ പറഞ്ഞില്ലേ, പുല എന്ന് പറഞ്ഞില്ല, എൻ്റെ പേരെന്താ പറഞ്ഞത്? ക്വാറന്റൈൻ. വീട്ടിൽ കൂത്തിരിക്കുക. മരിച്ചത് കണ്ടാൽ മരണ വീട്ടിൽ പോയി തിരിച്ച് നമ്മൾ കയറുമ്പോൾ എന്താ ചെയ്യുക? ഭാരതീയര് കുളിച്ച് വസ്ത്രം മാറിയിട്ടേ വീട്ടിലേക്ക് കയറുള്ളൂ. ഇത് അന്ധവിശ്വാസമാണെന്ന് ഇനി പറയില്ല. ഈ അസുഖങ്ങളൊക്കെ ലോകം മുഴുവൻ, പ്രത്യേകിച്ച് അസുഖം കേരളത്തിലാണ് ആദ്യം ടെസ്റ്റ് ചെയ്യുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കഴിഞ്ഞ കാലത്ത് വന്ന 2-3 മാരക രോഗങ്ങളൊക്കെ വന്നത് പേരാമ്പ്രയിലും മെഡിക്കൽ കോളേജിലൊക്കെയാണ്. നല്ല സ്ഥലം കേരളമാണ്, പ്രത്യേകിച്ച് കോഴിക്കോട്, മലബാർ. കാരണം കിട്ടുന്നതിനൊക്കെ പിടിച്ച് തിന്നുന്ന സ്ഥലമാണ് മലബാർ. എവിടെ പോയാലും കുഴിമന്തിൻ്റെ ബോർഡില്ലാത്തൊരു സ്ഥലവും നമ്മൾ കാണില്ല. അതിൽ ഇംഗ്ലീഷിൽ എഴുതി വെച്ചത് ഞാൻ ആദ്യമായിട്ട് വായിച്ചു കുറേ വർഷം മുമ്പ്. കുഴിമാന്തി എന്നാണ് ഞാൻ വായിച്ചത്. ഞാനിങ്ങനെ കാറ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തിരിക്കുന്നവനോട് പറഞ്ഞത്, എന്താ കുഴിമാന്തിന്ന്? മാഷെ കുഴിമാന്തി അല്ല, കുഴിമന്തി അതെന്ന് പറഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, സത്യത്തിൽ ഇത് കുഴിമാന്തിയാണ്. മനുഷ്യൻ്റെ കുഴി മാന്തുന്നൊരു ഭക്ഷണമാണ്, കഴിക്കാതിരിക്കുന്നത് നല്ലത്. ഇത്തരം സാധനങ്ങൾ കഴിക്കുന്ന അവസ്ഥയിലായാലും മുമ്പാണെങ്കിലും നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പഴയ കാലത്ത് മനുഷ്യർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ എന്താ അസുഖം എന്ന് നമുക്ക് മനസ്സിലാവില്ല. അച്ഛനോ അമ്മയോ വേണ്ടപ്പെട്ടവരോ മരിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് പോകരുത്. കാരണം ഈ അസുഖം മക്കൾക്ക്, അവിടെ ചുറ്റുവട്ടത്തിൽ നിൽക്കുന്നവർക്ക് ഉണ്ടാവാം. അവരൊരു 16 ദിവസം വരെ പുറത്തേക്ക് പോകാതിരുന്നാൽ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അതിൻ്റെ സിംറ്റംസ് അവരിൽ കാണിക്കും. അപ്പോൾ പുറത്ത് മറ്റുള്ളവർക്ക് അത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ശാസ്ത്രമല്ലേ നമ്മൾ പണ്ടേ പറഞ്ഞത്? മരിച്ച ആളുകൾ എന്താ ചെയ്തത്? ഇതിൻ്റെ കൂടെ പറയാൻ കേട്ടോ, നേരിട്ട് ദേവീപാസനയായിട്ട് ബന്ധമില്ലെങ്കിൽ, പ്രാർത്ഥനയായിട്ട് ബന്ധം. മരിച്ച ആളുകൾ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ അവരെ ഭൂമിയിലേക്ക് ഇറക്കി കിടത്തി കുളിച്ച് വൃത്തിയായി വന്നതിന് ശേഷം ആ മരിച്ച ആളുടെ ശവശരീരത്തിനെ കുളിപ്പിച്ചില്ലേ, വളരെ മനോഹരമായിട്ട് കുളിപ്പിച്ചതിന് ശേഷം പൂർണ്ണ വളർച്ചയെത്തിയ ആളാണെങ്കിൽ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, അതിനെ കത്തിച്ച് കളയും. കത്തിച്ച് ഒരു പിടി ഭസ്മമാവുമല്ലോ. എന്നിട്ട് അവശേഷിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ 5 ദിവസം കഴിഞ്ഞിട്ട് നമ്മളത് എടുത്തിട്ട് വലിയ ആൾതാമസമൊന്നുമില്ലാത്ത വല്ല മലയുടെ മുകളിലുള്ള അതിനായിട്ടുള്ള സ്ഥലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, അവിടെ കൊണ്ട് കളയും, നിമജ്ജനം ചെയ്യുക.
ഇല്ലെങ്കിൽ ആഴക്കയങ്ങളിൽ ഇവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ, കടലിലൊക്കെ. കാരണം ഈ കടലിൻ്റെ അകത്ത് പോയിട്ട് ഇനി ആരും വീട് വെക്കുന്നില്ല, ആരും അടുക്കള ഉണ്ടാക്കാൻ പോകുന്നില്ല, ആരും കൃഷി ഇറക്കാൻ പോകുന്നില്ല. അപ്പം വരുന്ന തലമുറയ്ക്ക് വീട് വയ്ക്കാനും കൃഷി ഇറക്കാനും കിണർ കുഴിക്കാനും ഒക്കെയുള്ള സ്ഥലത്ത് ഇത് കുഴിച്ചിടാൻ പാടില്ല. ഇത് പല രാഷ്ട്രങ്ങളും അങ്ങനെയാക്കാൻ തുടങ്ങി, കത്തിക്കാൻ തുടങ്ങി. പ്രളയം വന്ന സമയത്ത് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇടിഞ്ഞു നിരന്നപ്പം കിണറിലും അടുക്കളയിലുമൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ട അവശിഷ്ടങ്ങൾ വന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് കുഴിച്ചിടരുത്. അപ്പം ഭാരതീയർ ചെയ്തത് ശരിയാണോ? കത്തിച്ചു. ആ കത്തിച്ച് കഴിഞ്ഞാൽ അവർ വീണ്ടും കുളിച്ചിട്ടേ വീട്ടിൽ കയറുള്ളൂ. അത്ര ശുദ്ധിയാണ്. നമ്മുടെ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭാഗത്ത് അടുക്കളയുണ്ട്, ഒരു ഭാഗത്ത് കിടപ്പുമുറി, ഒരു ഭാഗത്ത് ടോയ്ലറ്റ്, ഒരു ഭാഗത്ത് പിന്നെ ഡൈനിങ് ഹാള്, മറ്റേടത്ത് സിറ്റ് ഔട്ട്, ഇങ്ങനെ പലതും ഉണ്ടാവും. ഈ ടോയ്ലറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ബക്കറ്റോ മഗ്ഗോ പാത്രങ്ങളോ എന്തെങ്കിലും നമ്മൾ അടുക്കളയിൽ കൊണ്ടുപോകുമോ? ഇല്ല. എന്തിനാ? ശുദ്ധിയാണ് നോക്കുന്നത്. ടോയ്ലറ്റ് ഇപ്പം എന്താ കുഴപ്പം? ടോയ്ലറ്റിൽ നമ്മൾ പോകുന്നു, അടുക്കളയിൽ. ഇന്ന് അതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക ചില ആളുകൾ. ഈ കസാരയിൽ ഇരിക്കുന്നത് പോലെയാണ് ഇപ്പോൾ നമ്മൾ പലപ്പോഴും ടോയ്ലറ്റിൽ പോയിരിക്കുന്നത്, അല്ലേ? യൂറോപ്പിൽ അതിലൊരു 3-4 കൊല്ലം ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, മുട്ടുവേദന വരും. ഒരു സംശയമില്ലാത്ത കാര്യം. ഇന്ത്യൻ ടോയ്ലറ്റ് ഒന്നെങ്കിലും വീട്ടിലുണ്ടാവുക. ഇന്ത്യൻ ടോയ്ലറ്റ് അറിയാലോ. അഥവാ ക്ഷേത്രത്തിൽ പോയിട്ട് ഗണപതിനെ ഏർത്തിട്ടില്ലെങ്കിലും 2 നേരം അവിടെ ഒന്ന് ഇരുന്ന് എണീറ്റാൽ മതി. കാലിൻ്റെ മുട്ടിന് വേദന. കാരണം ഇവിടെയുള്ള ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ഈ ഫ്ലൂയിഡിന് എപ്പോഴും ഒരു ലൂബ്രിക്കൻസ് കിട്ടണം. ഇടയ്ക്കൊന്ന് നൂർത്തുകയും മടക്കുകയും ചെയ്യണം. നമ്മൾ എല്ലൊക്കെ പൊട്ടിയാൽ എന്താ ചെയ്യുക? കളരിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, കോഴിക്കോടുകാരോട് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. എന്ത് ചെയ്യും? എല്ലോ 1-2 ഭാഗമേ പൊടിഞ്ഞു പോയിട്ടില്ല എങ്കിൽ ഒരു മുളങ്കണയൊക്കെ വെച്ച്, അല്ലേ, അവിടെ വീക്കം വരാതിരിക്കാൻ എന്തെങ്കിലും ഒരു തൈലൊന്ന് പുരട്ടുന്നുള്ളൂ. എന്നിട്ട് തുണി വെച്ചിട്ട് നല്ലോണം മുറുക്കി കെട്ടി വെക്കും. നമ്മൾ തന്നെ കെട്ടിയാലും മതി, വീട്ടിലുള്ളവർ. അതങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ എല്ലാം കൂടിക്കോളും. അതുപോലെ നമ്മൾ അനക്കാതെ കൈ ഇങ്ങനെ തന്നെ കൊണ്ട് നടക്കുമെന്ന് വെച്ചാൽ കുറേ കാലം പിന്നെ മടങ്ങില്ല. ഇപ്പോൾ ആളുകൾക്ക് മുട്ട് മടങ്ങാതിരിക്കാൻ കാരണം എന്താണ്? മടക്കുന്നില്ല. നമ്മൾ ഒന്നിക്കിൽ കസാരയിലിരുന്ന് ഭക്ഷണം കഴിക്കുക. പണ്ടൊക്കെ നമ്മൾ അമ്പലത്തിൽ മാത്രമല്ല, വീട്ടിലും എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചത്? പുല്ലുപായയിലിരുന്നിട്ടാണ്. ചമ്രം പടിഞ്ഞിരുന്ന് ഇന്ന് കല്യാണത്തിന് വിളമ്പിയാൽ ആളുകൾ കുറയും. അത് കത്തിലടിച്ചാൽ മതി. കല്യാണ കത്ത് കൊടുക്കുമ്പോൾ താഴെ ഇങ്ങനെ വരയിട്ടിട്ട് കൊടുക്കുക, NB, പുല്ലുപായയിൽ ഇരുന്നിട്ടായിരിക്കും ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് കൊടുക്കുക. ആൾക്കാർ വരികയില്ല. ഞാൻ വെറുതെ പറയുന്നില്ല, കല്യാണത്തിലൊക്കെ അങ്ങനെ വെച്ചാൽ മതി. ഇതിങ്ങനെ മേശ അതങ്ങനെ തിന്ന് ഇഷ്ടം പോലെ തിന്ന് എണീറ്റ് പോകും, അനങ്ങാണ്ട് നടക്കും. കേരളീയരെ വെറുതെയല്ല നായി അടിക്കുന്നത്, ഓടാൻ അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നത് മാത്രമല്ല, വേസ്റ്റാണ്, ലോകം മുഴുവൻ വേസ്റ്റാണ്. ഈ ഇറച്ചിൻ്റെ വേസ്റ്റൊക്കെ തിന്ന് നായ്ക്ക് മനുഷ്യൻ്റെ രക്തം സ്മെല്ലടിക്കും. അപ്പോൾ നമ്മൾ ലളിതമായി ജീവിക്കണം എന്ന് പറയുന്നത് ക്ഷേത്ര ആചാരമനുസരിച്ച് മദ്യം കഴിക്കരുത്, മയക്കുമരുന്ന് കഴിക്കരുത്, ഒരു നേരം ഭക്ഷണം കഴിക്കുക, മെഡിറ്റേഷൻ നടത്തുക എന്നൊക്കെ പറയുന്നത് നമുക്ക് അസുഖങ്ങൾ കുറഞ്ഞ് ഈശ്വരീയമായ കഴിവുകൾ വർദ്ധിക്കാനാണ്. അതാ ഞാൻ പറഞ്ഞ കുട്ടികൾ വന്നിരിക്കണം. കുട്ടികൾ മാത്രമാണ് ഞാൻ ഇങ്ങനെയല്ല പറയാം കേട്ടോ, കുറച്ചുകൂടി അടുത്തേക്ക് ഇരുത്തിയിട്ട് വരെ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. നമുക്ക് ശരിക്കും ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം അത് ഞാൻ അടുത്തൊരു 2 ദിവസം ആകുമ്പോഴത്തേക്കും പറയാം. നമ്മൾ സമൂഹം നേരിടുന്ന വെല്ലുവിളി എന്നുള്ളൊരു വിഷയമുണ്ട്. പല വെല്ലുവിളികളുമുണ്ട് നമ്മുടെ ഭാരതീയ സമൂഹം നേരിടുന്നത്. അതിനെ കൃത്യമായിട്ട് നമ്മൾ അതിജീവിച്ചിട്ടില്ല എങ്കിൽ ഭാരതീയർ എന്ന് പറയുന്നൊരു വംശം ഉണ്ടാവില്ല, ഒക്കെ നശിച്ചു പോകും. ഇപ്പോഴത്തെ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിപ്പെട്ട് ഭാഗവതം വായിച്ചവർക്കറിയാം, യാദവകുലം നശിച്ചത് മദ്യപാനം തമ്മിലടി, 2 കാര്യങ്ങളാണ്. ഭാഗവതം വായിച്ചാലറിയാം. യാദവന്മാർ കടലോരത്ത്
തമ്മിലടിച്ച് അമ്പ് ചെയ്ത് കല്ലെടുത്തെറിഞ്ഞ് വടികൊണ്ടടിച്ച് ചവിട്ടിക്കൂട്ടി കൊല്ലുകയാണ് തമ്മിൽ. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ ഇതൊക്കെ നേരത്തെ എനിക്കറിയാം, കാരണം സമൂഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടാണ്. കേരളം ഒരുപക്ഷെ സർവ്വജനങ്ങളും തമ്മിലടിച്ച് നശിക്കുന്ന അവസ്ഥയിലേക്ക് വരും. ഇപ്പോഴുള്ള മയക്കുമരുന്നിൻ്റെ ഉപയോഗവും മദ്യത്തിൻ്റെ ഉപയോഗവും വേണ്ടതുപോലെ ശ്രദ്ധിച്ച് നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ നമുക്കതിന് നിയമപരമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ക്ഷേത്ര വിശ്വാസികൾക്കൊരു കാര്യം ചെയ്യാം. അവർ ക്ഷേത്രത്തിലേക്ക് വരുമ്പോഴെങ്കിലും മദ്യവും മയക്കുമരുന്നും മാംസവും മത്സ്യവും ഒക്കെ കുറച്ച് അതൊന്നും കഴിക്കാതിരിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്ത് ആ രീതിയിൽ അങ്ങനെ വന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ ദേവീ ചൈതന്യം നമ്മളിൽ ഉണ്ടാവൂ എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് പ്രകൃതിയുടെ ശരിയായ പോസിറ്റീവ് എനർജി നമ്മളിൽ ഉണ്ടാവുക. ആ എനർജീനെയാണ്, ആ ഒരു തരംഗത്തിനെയാണ് ഇന്ന് ശാസ്ത്രം പറയുന്നത്. ഞാൻ പറഞ്ഞു അൽഫ എന്ന് പറയുന്നത്. ഈ അൽഫ മെഡിറ്റേഷണൽ വേവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഓർമ്മശക്തി കൂടും, ക്ഷീണങ്ങൾ കുറയും. പ്രത്യേകിച്ച് നല്ല ഭക്തന്മാർ ചെയ്യാറുള്ളത് ഞാൻ പറഞ്ഞതുപോലെ ഒന്നുകിൽ ബ്രാഹ്മ മുഹൂർത്തത്തിലോ അല്ലെങ്കിൽ സരസ്വതി യാമത്തിലോ ഉണരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല ഭക്തന്മാർ ക്ഷേത്രത്തിൽ എപ്പോഴാണ് നട തുറക്കുക? മഹാക്ഷേത്രങ്ങളിലൊക്കെ, ചില നാടൻ ക്ഷേത്രത്തിലൊക്കെ. നാളൊരു ക്ഷേത്രത്തിൽ ഞാൻ വൈകുന്നേരം ഒരു പരിപാടിക്ക് പോയ സമയത്ത് പെട്ടെന്ന് റെക്കോർഡ് വെച്ച സമയം ഞാൻ ചോദിച്ചു 6 മണിയായില്ല. ഇവിടുത്തെ ചങ്ങായി ആരംഭിക്കുകയാണ്, അവിടുത്തെ നമ്പൂരി പൂജാരി. രാവിലെ എത്ര മണിക്കാണ് ശബരിമലയിലും ഗുരുവായൂരിലൊക്കെ നട തുറക്കുന്നത്? 2 മണി 2:30 സരസ്വതി യാമമാണ്. 2:30ക്കും 4 മണിക്കും ഇടയിലുള്ള സമയം ഏതാണ്ട് സരസ്വതി യാമം എന്നാണ് അതിൽ പറയുന്നത്. ഈ സരസ്വതി യാമത്തിൽ ഉണരണം. അത് ഉണരണമെങ്കിൽ നമ്മൾ എത്ര മണിക്ക് കിടക്കണം? ദേവീപാസകന്മാർ 12 മണി 1 മണി ആയിട്ടുമ്പോൾ മാന്തി യൂട്യൂബിൽ ഇന്നലെ കണ്ട വേറെ എന്തെങ്കിലും നോക്കട്ടെ. മറ്റേ രാഷ്ട്രീയക്കാർ ഈ രാഷ്ട്രീയക്കാരനെ ചീത്ത പറയുന്നുണ്ട്, മറ്റേ മതക്കാരൻ ഈ മതക്കാരനെ ചീത്ത പറയുന്നു. ഇതൊക്കെ വേണ്ടാത്തതൊക്കെ കണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ സമയമായി കേട്ടോ. നമ്മുടെ ഇവിടെ ഇങ്ങനെ 2-3 ഗ്രന്ഥികളുണ്ട്. ഗ്ലാൻഡ് എന്ന് പറയും, പിറ്റ്യൂറ്ററി എന്നും പീനിയൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഗ്ലാൻഡുകളുടെ ചുമതല എന്ന് പറയുന്നത് വെളിച്ചം സ്വീകരിക്കുകയാണ് സൂര്യനിൽ നിന്നൊക്കെ. അവർ വെളിച്ചം സ്വീകരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പകൽ ഉറങ്ങാത്തത്. രാത്രിയിൽ സ്ഥിരമായിട്ട് 11 മണിക്കും 12 മണിക്കും മക്കളെ പഠിക്കുന്ന കുട്ടികൾ ഇത് കേൾക്കുന്നുണ്ടേ ശ്രദ്ധിച്ചോളൂ. പാതിരിക്കൊക്കെ മൊബൈലും ടിവിയും കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ പിറ്റ്യൂറ്ററി പീനിയൽ ഗ്രന്ഥികൾ വെളിച്ചം സ്വീകരിച്ചു കൊണ്ടിരിക്കും. ഈ ടിവിയിൽ നിന്നും മൊബൈലിൽ നിന്നും നിങ്ങളുടെ ഉറക്കം കുറയും. ഉറക്കം വല്ലാതെ കുറഞ്ഞാൽ എന്താണ് സൂക്കേട് വരിക? എന്താ വരിക? ഭ്രാന്ത് വരും, മാനസിക അസ്വസ്ഥത വരും, ദേഷ്യം കൂടും, ബഹളക്കാരായി മാറും. അതുകൊണ്ടാണ് കണ്ടമാനം ഗെയിമുകളിലൂടെ പോകുന്ന കുട്ടികളെടുത്തുനിന്ന് നമ്മൾ മൊബൈൽ തിരിച്ചു വാങ്ങാൻ ശ്രമിക്കുമ്പോൾ അവർ ബഹളമുണ്ടാക്കും. സൂക്ഷിച്ചു മക്കൾ മനസ്സിലാക്കുക. നിങ്ങൾ അബ്ദുൽ കലാമും മലാല യൂസഫ്സായിയും വിവേകാനന്ദനും യേശുദേവനും ഒക്കെ പോലെ മഹാന്മാരായിട്ട് മാറേണ്ടവരാണെങ്കിൽ നിങ്ങളുടെ മഹത്വം കെടുത്തിക്കളയുന്ന സാധനം നിങ്ങളുടെ കയ്യിലുണ്ട്. ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ മതി. ആവശ്യത്തിന് ഉപയോഗിച്ചോളൂ. ഫേസ്ബുക്ക് ഉപയോഗിച്ചോളൂ, വാട്സാപ്പ് ഉപയോഗിച്ചോളൂ, യൂട്യൂബ് ഉപയോഗിച്ചോളൂ, എല്ലാം ഉപയോഗിക്കാം. പക്ഷെ ലിമിറ്റ് ചെയ്യണം. ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞ ഭക്ഷണം ലിമിറ്റ് ചെയ്യണം, ഉറക്കം ലിമിറ്റ് ചെയ്യണം. 6 മണിക്കൂർ 7 മണിക്കൂർ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമുണ്ടെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങിക്കോളൂ. രാവിലെ 10-15 ഇഡ്ഡലി, ഒരു 20 വയസ്സ് വരെയൊക്കെ നല്ലോണം കഴിക്കുക കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ 40 വയസ്സും 50 വയസ്സുമായിട്ട് ഒരു 15 ഇഡ്ഡലി, ഉച്ചയ്ക്ക് പിടിയും കോഴി, പിടക്കോഴി, പല്ല് പോയിട്ട് വരെ കല്യാണപ്പുരയിൽ പോയപ്പോൾ ഒക്കെ ബുഫേ ആണല്ലോ, ഇങ്ങനെ ഉണ്ടാവും. ഏത് വേണമെങ്കിലും. ഇങ്ങേ ഭാഗത്ത് ആരുമില്ല, അതിനെക്കൊണ്ട് നമ്മളെപ്പോലുള്ളവർക്ക് ചിലപ്പോൾ സുഖമാണ്. അവിടെ ഒരാളും ഉണ്ടാവില്ല. ഈ വെജിറ്റേറിയൻ ഭാഗത്ത് അവിടെ പോയ സുഖമായി, മറ്റെടുത്ത് അടിയാണ്. മാറിക്കോട്ടെ, ഞാനല്ല മുന്നിൽ വന്നത്.
അവിടുന്ന് ഈ പല്ലുപോയ മുത്തശ്ശനും മുത്തശ്ശിയും വരെ അവിടുന്ന് 2 പീസൊക്കെ അടിച്ച് മാറി ഇത് വീട്ടിൽ പോകും. ഇവരെക്കാട്ടും പ്രായമുള്ള കോഴിനെ തിന്ന്. എന്നിട്ട് വീട്ടിൽ പോയിട്ട് എന്താ അറിയില്ല, കല്യാണത്തിലൊക്കെ പോയ ഭയങ്കര സുഖമാണ്. ദഹിക്കാത്ത സാധനം നിന്നത് മൂപ്പരെ. നിങ്ങളെ മുത്തപ്പൻ്റെ പ്രായമുള്ള പോത്തിനെ അത് നിന്ന്. അതാണ് ഈ അവസ്ഥയാണ് നമ്മുടെ ഭക്ഷണമെങ്കിൽ നമുക്ക് രോഗം വരില്ല. 25-ലധികം രോഗങ്ങൾ വരും ദിവസവും ബീഫ് കഴിക്കുന്ന ആൾക്ക് എന്ന് ഞാനല്ല പറഞ്ഞത്, ശാസ്ത്രം പറയും. അപ്പം അതുകൊണ്ടാണ് വ്രതം സ്വീകരിച്ചിട്ടാണ് ക്ഷേത്രത്തിൽ വരേണ്ടതെന്ന് പറയുന്നത്. നാമം ജപിക്കുമ്പോൾ നമ്മളതിന് ഒരു 3 മണിക്കൂറെങ്കിലും നമ്മൾ കഴിഞ്ഞിട്ട് ഒരു മത്സ്യ മാംസാദികളൊക്കെ കഴിച്ചാൽ ഏറ്റവും കുറഞ്ഞത് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിൽ ഉണ്ടാവും. 6 മണിക്കൂർ കഴിഞ്ഞ് ഏറ്റവും നല്ലത്. അങ്ങനെയാണ് ദേവിയുടെ ഉപാസനയിലേക്ക് നമ്മൾ പോകേണ്ടത്. നമുക്കിന്ന് ഇവിടെ നിർത്താം. ഇതൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കില്ല. കേട്ട് എണീക്കാൻ പോയിട്ട് കുറച്ച് പുറത്തിറങ്ങില്ല ഭാഷ അങ്ങനെയൊക്കെ പറയും. അത് നടത്തിയാലേ എന്നും പറയുന്നവരുണ്ടോ, ആയിക്കോട്ടെ. എന്നാലും പറയാം, കുറേയൊക്കെ മാറിയാലും നല്ലതാണ്. പ്രായമുള്ള നമ്മളൊക്കെ അങ്ങനെ മാറുക ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ പുതിയ തലമുറയെങ്കിലും കുറച്ച് മാറിയാൽ നല്ലതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ.